അപ്പോൾ ഇവിടെ നമ്മളെ വിഷയം നമ്മൾ സ്ക്രീനാണ്. അതായത് പണ്ടത്തെ പോലല്ല. പണ്ട് ഇപ്പോൾ ഒരാളുടെ ഒരു ഫോണ് ചത്തുപോയി, അല്ലെങ്കിൽ അതിൻ്റെ ഫോണ് കേടുന്നു, ഫോൺ ഓണാക്കിയിട്ട് ഓണാകണില്ല, അത് ഒരാളെ ഭയങ്കരമായി ബാധിക്കും. ഒരു ഏർപ്പാടും പിന്നെ നടക്കൂല. ഒരാളെ ഫോണ് വർക്ക് ചെയ്യണില്ലെങ്കിൽ, പണ്ട് നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഉണ്ട് ഈ കോഴി പൊരുന്നാനാവുമ്പോൾ നമ്മളതിൻ്റെ മുട്ടൊക്കെ തിന്നിട്ടുണ്ടാവും. പിന്നെ കോഴിക്ക് വെച്ചെടുക്കാൻ മുട്ട ഉണ്ടാവില്ല. ആ കോഴി ഇങ്ങനെ ഒരു നടത്തം നടക്കും. നമ്മളെങ്ങനെ ആട്ടിയാലും ഇങ്ങനെ ഒരു തിരിഞ്ഞളിച്ചൊരു നടത്തമുണ്ട്. അതേപോലെ ആൾക്കാർ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞാൽ, ചാർജർ കയ്യിലില്ലെങ്കിൽ, ഫോണിൻ്റെ ബാറ്ററി ചാർജ് 1% 2% നിൽക്കുകയാണ്, ഓൻ എന്തോ ബേജാറാണ്. ഇതിപ്പോൾ ചാകുമല്ലോ, ഇതിപ്പോൾ ഇനി എന്താവും അല്ലേ, അല്ലെങ്കിൽ ഫോൺ കേടുന്നു, പിന്നെ ഒരു സ്റ്റേഷൻ കിട്ടാത്ത അവസ്ഥയാണ്. അത്രയും നമ്മൾ ഈ ഫോണിന് അടിമപ്പെട്ടിരിക്കുന്നു. ഇത് ജീവിതത്തിലെ നമ്മുടെ ഒരു അടിസ്ഥാന വസ്തുവായി മാറി. അതൊന്നും നമ്മൾ എതിരല്ല, അതൊക്കെ അടിസ്ഥാനമായിക്കോട്ടെ. ഇപ്പം എന്താ വെച്ചാൽ ഫോൺ എന്ന് പറഞ്ഞാൽ വെറും യൂട്യൂബ് കാണാൻ മാത്രമല്ല, നമ്മൾ ബാങ്ക് ഡീലാണ്, നമ്മളെ കാര്യങ്ങൾ ജോലിയൊക്കെ ഡീലാണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്താ നിങ്ങൾ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത്, നേരത്തെ ഇവിടെ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുണ്ട്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ സൂറത്ത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ള, അദ്ദേഹം പട്ടാളപ്പള്ളിയിൽ ഖുത്ബ പറയാൻ വേണ്ടിയിട്ട് ഒരു വെള്ളിയാഴ്ച പോയി. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ പട്ടാളപ്പള്ളിക്ക് മുജാഹിദ് സെൻ്റർ എന്നാണ് കുത്തുബ പറയാൻ ആളവിടെ, സ്ഥിരമായിട്ട് അവിടെ കുത്തുബ പറയാൻ ആളുണ്ടാവില്ല. അപ്പം ഏതെങ്കിലും ആൾക്കാരുടെ വിദ്യാർത്ഥികളൊക്കെയാണ് അങ്ങോട്ട് കുത്തുബക്ക് പറഞ്ഞേക്കുക. ആ ഒരു സന്ദർഭത്തിൽ എല്ലാവരും വന്ന് വൽ അസ്റാണ് കുത്തുബ പറയാ. കഴിഞ്ഞ ആഴ്ച വന്ന ആളും വല്ലസർ പറഞ്ഞിട്ടുണ്ടാവും, കഴിഞ്ഞ ആഴ്ച വന്ന ആളാവില്ല പുതിയ ആള്, ഓനൊരു വല്ലസർ പറയും. അപ്പോ ഒരാളിങ്ങനെ ഒന്നുണ്ടാക്കി, ഉമർ മൗലവി അങ്ങോട്ട് വരുമ്പം ഒരാളിങ്ങനെ ഒന്നുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒന്നുണ്ടാക്കി കൊണ്ടിരിക്കുമ്പം അയാൾ പറഞ്ഞെന്താ വെച്ചാല്, ഇന്നിപ്പോ ആരാണോ ഇവിടെ വല്ലസർ പറയണതാവോന്നാണ്, ഇന്നിപ്പോ ഏത് ചങ്ങായി അവിടെ വല്ലസർ പറയണത് എന്നാവോ. ഇത് കേട്ടിട്ട് ഉമർ മൗലവി അന്നൊരു വല്ലസർ പറഞ്ഞു എന്നാണ്. അന്നും ഒരു വല്ലസറാണ്, പക്ഷെ ഇതേവരെ ആരും കേട്ടിട്ടില്ലാത്തൊരു വല്ലസറാണ് അന്ന് അവിടെ അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താ അറിയോ, വിശുദ്ധ ഖുർആനില് വൽ അസ്ർ മാത്രമേ ഖുർആനായിട്ട് അവതരിച്ചിട്ടുള്ളൂ എങ്കിലും ഒരാൾക്ക് അത് മതി എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വൽ അസ്ർ കാലത്തെ, സമയത്തെ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയാണ്. സമയം, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണെന്ന്. നിങ്ങളെ സമയം എന്ന് പറഞ്ഞ സാധനങ്ങൾ അത് ഒരിക്കലും മനുഷ്യന് തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. നിങ്ങളിപ്പോ ബിസിനസ്സിൽ തകർന്നു അല്ലേ, തകർന്നു. പക്ഷെ സഹോദരങ്ങളെ, അതൊക്കെ തകർന്ന് രണ്ടാമതൊരു തിരിച്ചു വരവ് ഒരു പക്ഷേ സാധ്യമാണ്. നിങ്ങൾ പരീക്ഷയിൽ തോറ്റു, നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങൾ മക്കൾ മുഴുവൻ മരിച്ചു, നിങ്ങൾക്കൊരു കല്യാണം കഴിച്ച് വീണ്ടും വീണ്ടും മക്കൾ ഉണ്ടായേക്കാം. നിങ്ങൾ മുറിച്ചിട്ട ട്യൂബ് രണ്ടാമത് പുനഃസ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഗർഭിണിയാകാൻ സംവിധാനമുണ്ട്, അവസരമുണ്ട്. പക്ഷെ ഒരു സെക്കൻഡ് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അള്ളാഹു മനുഷ്യനോട് നീതി കാണിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്താണ് എന്തത്, എല്ലാവർക്കും സമയം ഒരേ അളവിലാണ് കൊടുത്തതാണ്. സാമ്പത്തികമായും സാമൂഹികമായും ആരോഗ്യപരമായും മറ്റേത് ഡയമെൻഷൻസ് നമ്മൾ എടുത്താലും അവിടെയൊക്കെ ഒരു വ്യത്യാസം മനുഷ്യർ തമ്മിലുണ്ടാവും. ഒരാൾ സാമ്പത്തികമായി കുറച്ച് മേലെ ഇരിക്കും, ഒരാൾ താഴെയായിരിക്കും അല്ലേ. ഒരാൾ സാമൂഹികമായി ചിലപ്പം കുറച്ച് മേലെ ഇരിക്കും, ഒരാൾ താഴെയായിരിക്കും. ഒരാൾക്ക് ആരോഗ്യപരമായി കുറച്ച് നല്ല അവസ്ഥയായിരിക്കും, ഒരാൾക്ക് കുറച്ച് മോശം അവസ്ഥയായിരിക്കും. അങ്ങനെ എല്ലാവരും പല ഏറ്റക്കുറച്ചിലുകളിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ സമയത്തിന്റെ കാര്യത്തില് ഒരു സെക്കൻഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ആ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, അതെങ്ങനെ എന്താണ്, ആരാണ് അള്ളാഹുവിനെയും റസൂലിനോടും അനുസരണയുള്ളത്, ത്വഅത്തുള്ളത്, ആരാണ് അള്ളാഹുവിനെയും റസൂലിന്റെയും കൽപ്പനകൾ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവനാണ്. ആ വിജയത്തിന്റെ മാനദണ്ഡമായിട്ട് ഖുർആൻ പറഞ്ഞൊരു സാധനം,
അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള വിധേയത്വമാണ്. എന്തില്? അള്ളാഹു നൽകിയ ഈ ഒരു ആയുസ്സില്, ഈ ഒരു സമയത്തില്, വളരെ കുറഞ്ഞൊരു സമയമുള്ളത്, വളരെ കുറഞ്ഞൊരു സമയമുള്ളൂ. നമ്മൾ ഉറങ്ങണതും ഭക്ഷണം കഴിക്കണതും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാല് നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന സമയം വളരെ ചെറുതാണ്, വളരെ പരിമിതമാണ്. ആ സമയം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് മാത്രമാണ് ഈ ജീവിതത്തിലെ പരീക്ഷണം. ഈ ജീവിതത്തിലെ പരീക്ഷണം അതാണ്. ബാക്കി നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് തന്നു അല്ലെ, സമ്പത്ത് തരാത്തവരുണ്ട്. അതൊന്നും എന്തല്ല, ആ സമ്പത്ത് ഒരു വിജയത്തിന്റെ മാനദണ്ഡമായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ കഴിവിലും സമ്പത്തിലും സമയത്തിലും നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനോടും റസൂലിനോടും തിരിച്ചു പെരുമാറുന്നത്, വിധേയത്വം കാണിക്കുന്നത് എന്നത് മാത്രമാണ് ജീവിതത്തിന്റെ പരീക്ഷണം. അതൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയാന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സമയം തന്നെയാണ്. ഈ സമയം ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാലും അതൊരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, ശരിയായ വിശ്വാസമുള്ളവർ, അള്ളാഹു ഏകനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. അതില്ലെങ്കിൽ പിന്നെ ബാക്കിയൊന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ പര്യാപ്തമാവൂല എന്നാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. ആ വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കാതെ അത് കർമ്മങ്ങളിലൂടെ, നാവിലൂടെ, വാക്കുകളായിട്ട്, അവയവങ്ങളിലൂടെ കർമ്മങ്ങളായി, സൽക്കർമ്മങ്ങളായി, ഇബാദത്തായി അത് പുറത്തേക്ക് വരണം. അതാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാല്. വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ക്ഷമ കൊണ്ടും ഹക്ക് കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ സമയം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഈ ഒരായുസ്, ഈ ഒരു സമയം, ഈ സെക്കൻഡുകളും മണിക്കൂറുകളും, ദിവസത്തിനൊക്കെ വില ഉണ്ട്. ഇതിന്റെ വില നമുക്കറിയാത്തവര് നമുക്കറിയും. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയും ഒരു മില്ലി സെക്കൻഡിന്റെ വില എത്ര എന്നുള്ളത് അല്ലെ. 9.56 സെക്കൻഡില് ഫിനിഷ് ചെയ്ത ആളും 9.57 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ആളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് 1-ാം സ്ഥാനാണ്, അയാളാണ് ലോകത്തിലെ ഓട്ടക്കാരൻ. ഒരു മില്ലി സെക്കൻഡിന്റെ വില നിങ്ങൾ അയാളോട് ചോദിച്ചാൽ മതി. ഒളിമ്പിക്സിൽ ഓടുന്ന ഒരാൾക്ക് ഒരു മില്ലി സെക്കൻഡിന്റെ വില അറിയും അല്ലേ. നമ്മൾ പറയും ഒരു തലനാരിഴ കിഴകിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്, ഒരു ആക്സിഡന്റിൽ ഒരു സെക്കൻഡിന്റെ മാറ്റം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയും. അവിടെ സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ ഒരു സെക്കൻഡിന്റെ വ്യത്യാസം കൊണ്ട് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളോട് ചോദിച്ചാൽ ഒരു സെക്കൻഡിന്റെ വില അയാൾ പറഞ്ഞുതരും അല്ലേ. ഒരു ഫ്ലൈറ്റ് നമുക്ക് മിസ്സാവുമ്പോഴാണ് ഒരു മിനിറ്റിന്റെ വില നമുക്ക് മനസ്സിലാകുക. അങ്ങനെ ഓരോന്നിനും വിലയുണ്ട് അല്ലേ. ആഴ്ചകളോളം അല്ലെ ഗൾഫിൽ പോയ ഒരാളെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചകളുടെയും ദിവസങ്ങളുടെയും വർഷങ്ങളുടെയും വില അവർ പറഞ്ഞുതരും. എല്ലാത്തിനും വില ഉണ്ട് സഹോദരങ്ങളെ. അപ്പൊ എന്താ, നമുക്ക് എപ്പോഴാണ് നമ്മൾ എപ്പോഴാണോ അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്, നമ്മൾ അതിന്റെ ഭാഗമാകുന്നത്, നമുക്കത് പ്രധാനപ്പെട്ടതാകുന്നത്, അപ്പോഴാണ് നമ്മൾ അതിന്റെ വില അറിയുക. കണ്ണില്ലാത്തവനാണ് കണ്ണിന്റെ വില അറിയുന്ന പോലെ സഹോദരങ്ങളെ, ഓരോ സെക്കൻഡിനും അതിൻ്റെതായ വിലയുണ്ട്. അതെന്താണ്? അത് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ആ സമയത്തിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. നിങ്ങൾ ശരിയായ വിശ്വാസത്തോടെയല്ല ഓരോ സെക്കൻഡും ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ്. നമുക്കെന്താ അറിയങ്ങള്, നമ്മള് ഈ അരിച്ചാലില് കള്ളു കുടിച്ചുകാണ്ട് ഈ അരിച്ചാലിൽ വീണ് കിടക്കുന്ന ആൾക്കാരുണ്ടാവും. ബോധമില്ലാതെ റോഡ് സൈഡിൽ വീണ് കിടക്കുന്ന ആളുകളെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണുമ്പം നമ്മളെ മനസ്സിലുള്ള ഒരറപ്പും ഒരു വെറുപ്പുണ്ട്. ഇത് വെള്ളടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട ആവറത്തൊക്കെ വെളിപ്പെട്ട് വൃത്തികെട്ട രൂപത്തിൽ ഒരു റോഡ് സൈഡിൽ വീട് കണക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര അറപ്പും വെറുപ്പും ഉണ്ട് സഹോദരങ്ങളെ. അതിനേക്കാൾ നമ്മൾ വെറുക്കേണ്ട ഒരു സാധനമാണ് ശിർക്ക് എന്നത്. അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. ഒരാൾ ജാറത്തിൽ പോയി
ആ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ മ്ലേച്ഛമാണ്. വ്യഭിചാരത്തെക്കാളും ലഹരിയെക്കാളും മദ്യത്തെക്കാളും മ്ലേച്ഛമായ സംഗതിയാണ് അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയിൽ നിന്നൊരു സഹായം കിട്ടുമെന്ന് വിചാരിച്ച് ഒരു നൂല് കെട്ടി നടക്കുക എന്ന് പറഞ്ഞത്, ഒരു ജാറത്തിൽ പോയി സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞത്, ആ ജാറത്തിൽ പോയിട്ട് അവിടെ തവാഫ് ചെയ്യാന്ന് പറഞ്ഞത് അതിനേക്കാൾ മോശമാണ്, അതിനേക്കാൾ മ്ലേച്ഛമാണ്, അതിനേക്കാൾ വഷളായതാണ് എന്ന് മനസ്സിലാക്കണം. ഈ വിശ്വാസത്തിന് അത്രയും പ്രസക്തിയുണ്ട്, അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ അതിലെന്താണ്, ഒരു സെക്കൻഡ് പോലും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുക എന്നത് ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓരോ സെക്കൻഡും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ. നിങ്ങൾക്ക് ഈ വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിലൊക്കെ ഓതിയ ആ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിന്റെ പ്രാധാന്യം എത്രയാണ്. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത് എന്നാണ്. മുസ്ലിങ്ങളായിക്കൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും മരിക്കുമ്പോൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്നാണ്. കാരണം അത്രയും പ്രാധാന്യമാണ് ഈ തൗഹീദിനുള്ളത്, ഈ വിശ്വാസത്തിനുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിശ്വാസം തന്നെയാണ്. പിന്നെന്താണ്, വഅമിലു സ്വാലിഹാത്തി. ഒരു സെക്കൻഡും സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഒരു സൽക്കർമ്മത്തിലല്ലാതെ കഴിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ നല്ല ശ്രദ്ധിക്കണം അല്ലേ. അപ്പൊ എന്താ ഇപ്പൊ വേൾഡ് കപ്പാണ്, എല്ലാവരും ഫുട്ബോളാണ് അല്ലേ. നമ്മളും മെസ്സിന്റെ കുപ്പായം വാങ്ങിയിട്ട് നമ്മളെ കുട്ടിക്കും നമ്മളൊരു 10-ാം നമ്പർ കുപ്പായം ഇട്ടെടുത്ത് നമ്മളെല്ലാവരും പന്തളി തന്നെയാണ്. രാത്രി പന്തളി കാണണ്ടാന്നോ ഹറാമാണോ എന്നല്ല പറയണത്. പക്ഷേ അള്ളാഹു ഹലാലാക്കിയ വിഷയത്തിലും അള്ളാഹു ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോൾ ആ TV ഓഫാക്കിയിട്ട് നമസ്കാരത്തിന് പോകാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്ഥിരമായി സുബൈക്ക് ജമാഅത്തിന് വന്നിരുന്ന നമ്മൾ ഒരു ദിവസം രാത്രി ഉറക്കമൊഴിച്ച് കളി കണ്ടാൽ അന്ന് സുബൈ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സുബൈന്റെ മുമ്പത്തെ സുന്നത്ത് നമസ്കാരം സ്ഥിരമായി നിസ്കരിച്ചിരുന്ന തഹജ്ജുദ് നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഫുട്ബോളിന്റെ പേരിലാണെങ്കിലും സഹോദരങ്ങളെ അത് ഗൗരവമുള്ളതാണ്, അത് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അപ്പൊ എന്താ നമ്മളെ ജീവിതത്തിലെ പ്രയോറിറ്റി എന്നുള്ളത് ഒരു സെക്കൻഡും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും എന്താണ് കൽപ്പനക്കെതിരായി നമ്മൾ ചെലവഴിക്കൂല എന്നുള്ളത്, അനുകൂലമായിട്ട് അത് സൽക്കർമ്മമാക്കി മാറ്റാനുള്ള ഒരു നിരന്തര ശ്രമമാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മളെ തെറ്റിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അത്രയും അഡിക്റ്റഡ് ആണ് ഈ ഫോണിന്. ഒരു നേരെ ബാറ്ററി തീരാനായാൽ ഒരാളെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും എന്ത്, നമ്മൾ ഏത് നിമിഷവും മരിച്ചു പോകും അല്ലേ. മരണം എന്നത് 100% ഉറപ്പുള്ള സാധനമാണ്. ഈ ഫോൺ ഓഫാകും എന്നതിനേക്കാൾ ഉറപ്പുള്ളൊരു സാധനമാണ് നമ്മൾ മരിക്കുന്നുള്ളത് അല്ലേ. ഈ ഫോണിങ്ങനെ ബാറ്ററി ചോന്നതി നിൽക്കുമ്പം ഈ ഫോൺ ഓഫാകുന്നുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ അത് ഓഫാകും. അതിനേക്കാൾ ഉറപ്പുള്ളൊരു സാധനമാണ് നമ്മൾ മരിക്കുന്നുള്ളത്. നമ്മളെ ബാറ്ററി കഴിയും എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മളെ ബാറ്ററി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുവരപ്പെടും അല്ലേ. മരണാനന്തര ജീവിതമെന്ന മരണമില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അവിടെ വിചാരണയുണ്ട്. അവിടെ അള്ളാഹു നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെ പറ്റിയും അള്ളാഹു ചോദ്യം ചോദിക്കുമെന്നാണ്. ഒരു കാല് അവിടുന്ന് എടുത്തു വെക്കാൻ പറ്റൂല എന്നാണ്. സമ്പത്ത് നൽകി സമ്പാദിച്ചതിനെ പറ്റി, ചെലവഴിച്ചതിനെ പറ്റി, അള്ളാഹു നൽകിയ സമയത്തെ പറ്റി, ആയുസ്സിനെ പറ്റി ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ഫോണിലാണ്, എവിടെ നോക്കിയാലും. ചില ആൾക്കാർ സലാം വീട്ടിൽ കഴിഞ്ഞാൽ അപ്പൊ ഫോൺ എടുത്ത് നോക്കും. അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലിന് മുമ്പ് തന്നെ എന്തെങ്കിലും കോൾ ഉണ്ടോ, മെസ്സേജ് ഉണ്ടോ. ചില ആൾക്കാർ നേരെ ഫേസ്ബുക്കിൽ പോവുക അല്ലെ, ഒരു ലൈക്കൊക്കെ അടിച്ചിട്ടേ തിരിച്ചിങ്ങോട്ട് വരുള്ളൂ. അല്ല, അങ്ങനത്തെ ഒരു ലോകമാണ് അല്ല. എൻ്റെ ഒരു സുഹൃത്ത് ഒരു യാത്രയിൽ പറഞ്ഞെന്തോ, ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇടും ഫേസ്ബുക്കിൽ, 1 മണിക്കൂർ കൊണ്ട് 1000 ലൈക്ക് കിട്ടുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം, കോൺഫിഡൻസ് ആണ് അല്ലെ. 1 മണിക്കൂർ കൊണ്ട് 1000 ആൾക്കാരിന്റെ പോസ്റ്റ് വായിച്ചിട്ട് ലൈക്ക് അടിക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാന്നാണ്. എങ്ങനെ കാണിച്ചു തരാ? ഞാൻ നോക്കുമ്പോ ഒക്കെ എന്താ മൂപ്പര പണി, ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കുമ്പോഴും
ഒരു ചായ കുടിച്ചിറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരത്തിന്റെ അടിയിലൊക്കെ മൂപ്പർക്ക് പണി എന്താ? ഫേസ്ബുക്ക് തുറക്കുക, എല്ലാവരുടെ പോസ്റ്റും ഇങ്ങനെ ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ എല്ലാവർക്കും ഇങ്ങനെ ലൈക്ക് അടിക്കണേ? അപ്പൊ അങ്ങോട്ട് ലൈക്ക് കൊടുത്താലേ ഇങ്ങോട്ട് ലൈക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കയറി ലൈക്ക് അടിച്ചുന്ന ആൾ പിന്നെ ഒരു പോസ്റ്റ് ഇട്ടാൽ ലൈക്ക് കിട്ടൂലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ആളുകൾ ഒരു അഡിക്റ്റഡായ, ലൈക്ക് കിട്ടിയാൽ തൻ്റെ ഞാനിട്ട പോസ്റ്റ് ആളുകൾ വായിക്കുന്നു, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എനിക്ക് കമന്റ് ഇടുന്നു എന്നതൊക്കെയാണ് ജീവിതത്തിലെ വിജയമായിട്ട് ആൾക്കാർ കാണുന്നത്. നമ്മളെ ഫോളോവേഴ്സ്, സഹോദരങ്ങളെ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മുഴുവൻ എഡിറ്റഡായ സാധനങ്ങളാണ്. അവരുടെ നല്ലത് മാത്രം അവരിങ്ങനെ കാണിച്ചു തരികയാണ്. ഇപ്പൊ എല്ലാവരും ടൂർ പോവുകയാണ് അല്ലേ? എല്ലാവരും ഓരോരുത്തരും ടൂർ പോയത് എല്ലാവരും ഫേസ്ബുക്കിലുണ്ട്. ഞങ്ങൾ അവിടെ പോയി, ഇവിടെ പോയി, അത് കണ്ടു, ഇത് കണ്ടു. എന്നിട്ട് ഒന്നും കാണാൻ ഒരു കപ്പാസിറ്റി ഇല്ലാത്തതും ഇത് കണ്ട് ഓനും എൻ്റെ കുട്ടികളും വെച്ച് നമുക്ക് എങ്ങോട്ടും പോകാനല്ല, ഞങ്ങളെങ്ങോട്ടും കൊണ്ടുപോകണില്ലല്ലോ, ഞങ്ങളെ വാപ്പ് നമുക്ക് എങ്ങോട്ടും പോകാനല്ല, നമുക്ക് അതിനൊന്നും ഒരു തൗഫീക്കില്ലല്ലോ. അങ്ങനെ നിരാശ ബാധിച്ചിക്കാണ്. ഈ പോണ ആൾക്കാർക്ക് സഹോദരങ്ങളെ അതിൻ്റെ ഇടങ്ങേററിയുള്ളൂ. ഇതൊക്കെ അതിൻ്റെ സന്തോഷങ്ങൾ മാത്രമേ കാണുള്ളൂ. ഒരു യാത്രക്ക് എത്ര പ്രയാസങ്ങളുണ്ട്, ഒരു യാത്രയിൽ എത്ര, നിങ്ങളൊരു ടൂർ പോയാൽ അങ്ങനെ അറിയാം. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നിങ്ങൾ ടൂർ പോയി വെക്കണ്ടി, ആ പോകുമ്പോഴുള്ള സുഖമൊന്നും ആ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവില്ല. ടൂർ മാണ്ടില്ലേന്ന് തോന്നും. ഒന്നിന് പനി, ഛർദി, നൊളോളി അല്ലേ? നമുക്ക് ഇതിലേറെ നല്ല കായും ചെലവാക്കി ഇമ്മാരത്തെ കൂടെ ഇടങ്ങേറ് മാങ്ങണ്ടില്ലേന്ന് വല്ല ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് പെരി കുത്തുന്ന സമാധാനത്തിൽ തിന്ന അതിനേക്കാൾ മെച്ചുണ്ടാവുമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. ചില ടൂറിൻ്റെ ഒക്കെ ഇടങ്ങേറ് കണ്ടാൽ നമുക്ക് തോന്നും അല്ലേ? എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഒരു ടൂർ പോലെ നിർത്തിയാണ്. എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾ വലുതാട്ടിറങ്ങും. ഓനെ എവിടെ ടൂർ പോയാലും പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? ഒരു തൂക്കാപാത്രം എടുക്കും, കുറച്ച് കഞ്ഞി വാങ്ങിക്കൊണ്ടിരും. ഈ കുട്ടി ഒന്നും തിന്നണില്ല, കുറച്ച് കഞ്ഞി വാങ്ങിക്കൊണ്ടിരും. അപ്പൊ ആ കുട്ടി കഞ്ഞി കുടിച്ചാലേ ഇനി ടൂർ നടക്കുള്ളൂ. ഇതിപ്പോ ഇവിടുന്ന് ഊട്ടി പോയി കഞ്ഞിട്ടിന്. അപ്പോ എന്തൊക്കെ സന്തോഷം ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു ഇടങ്ങേറും ഒരു പ്രയാസമൊക്കെ അതിൻ്റെ ഒരു മറുവശമുണ്ട് അല്ലേ? അത് നമ്മളെന്താരോ, നമ്മളെല്ലാത്തിനും സന്തോഷം മാത്രമേ ആൾക്കാർ കാണിച്ചു തരുന്നുള്ളൂ അല്ലേ? പിന്നെ ഈ സന്തോഷം, ഈ ദുനിയാവിലെ സന്തോഷത്തിന് എന്താ നിങ്ങൾ, കുറേ പരിമിതികളുണ്ട്, അതിന് കുറേ ഷർത്തൊക്കെ ഉണ്ട്. അതൊക്കെ ഒത്തു വന്നാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. നല്ല മനസ്സിൽ ഇടങ്ങേറുള്ള നേരത്ത് നിങ്ങൾ എവിടെ ടൂർ പോയിട്ടും കാര്യമില്ല. നമ്മളെ മനസ്സ് വിഷമിച്ചിരിക്കണ സമയത്ത് സഹോദരങ്ങളെ, ആ പ്രതിസന്ധി മാറാതെ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പരലോകത്ത് അങ്ങനത്തെ യാതൊരു ബേജാറും ഇല്ല എന്ന് പറയണത് അല്ലേ? ഇവിടെ തിന്നുമ്പോൾ നല്ലൊരു ബിരിയാണി കൊണ്ടേ കൊടുത്തു നോക്കി, ആൾക്കാർക്ക് തിന്നാൻ വയ്ക്കൂലപ്പോ. ആൾക്കാർക്ക് ഷുഗർ ആലോചിച്ചിട്ട്, പ്രഷർ ആലോചിച്ചിട്ട് ആൾക്കാർ പള്ളമൊക്കെ ഒന്ന് നോക്കും. കഴിഞ്ഞ ആഴ്ച ചെയ്ത് ഷുഗറിന്റെ റിസൾട്ട്, കൊളസ്ട്രോളിന്റെ റിസൾട്ട്, 3 സ്റ്റെന്റ് ഇട്ടിക്കുന്ന ആൾക്കാർ, 2 സ്റ്റെന്റ് ഇട്ടിക്കുന്ന ആൾക്കാർ, ക്രിയാറ്റിൻ 1.6 നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ ആകെ ഇടങ്ങേറിലാണ് ആൾക്കാർ. എന്നാ പരലോകത്ത് എന്താണ്? യാതൊരു ഇടങ്ങേറുള്ള, സ്വർഗത്തില് ഇങ്ങനത്തെ യാതൊരു വിഷമവുമില്ല. അപ്പോ സ്വർഗം എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ആസ്വാദനങ്ങൾക്ക് പരിമിതി ഇല്ലാത്ത, ഷർത്തും ഫർളൊന്നും ഇല്ലാത്ത ഒരു ലോകമാണ്. അവിടെയാണ് എന്തോ നമ്മൾ അതൊരിക്കലും ദുനിയാവിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോ ഈ സ്ക്രീന് നമ്മളെ എവിടേക്ക് എത്തിക്കുകയാണെന്ന് ചോദിച്ചാൽ ഇതേപോലെ നിരാശയിലേക്കാണ് എത്തിക്കുക. നിരാശയിലേക്കാണ്, നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെടാത്ത ഒരവസ്ഥയിലേക്കാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാല്, ഇതിന്റെ പിന്നാലെ പോയി മറ്റുള്ളവരുടെ ജീവിതമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരവസ്ഥയിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അല്ലേ? നമുക്ക് എന്തൊക്കെ, നമ്മളുള്ളതൊരാളും നമുക്കുള്ളതിനെ പറ്റി ആലോചിക്കില്ല. ഈ വയസ്സ്, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പം അവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. നല്ല പ്രായം, ഒരു 75 വയസ്സിന്റെ മുകളിൽ എന്തായാലും അയാൾക്ക് പ്രായം ഉണ്ടാവും. അയാള് ഈ മൈക്കൊക്കെ റെഡിയാക്കി വെച്ചിക്കണ്, അയാൾ അതിന്റെ ഒക്കെ സെറ്റാണ്. അപ്പൊ അയാൾ ഇടയ്ക്കൊക്കെ പണിയെടുക്കണ്ടുള്ളൂ. അയാൾ മൊബൈലിലാണ്. ഞങ്ങൾ നോക്കി അയാൾ എന്താ, അതിൻ്റെ അപ്പുറത്തിരിക്കുകയാണ് ഞാൻ. അപ്പൊ അയാൾ എന്താ ചെയ്യണ നോക്കി, അയാൾ ചെറിയ കുട്ടികള് മറ്റേ റീൽസ് കാണുന്ന മാതിരിയാണ്. ഈ ചെറിയ കുട്ടികളെ, ഈ ഒരു 1.5 വയസ്സായ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുത്തുണ്ടാവും, ഇങ്ങനെ തോണ്ടി കളിച്ചത്, ഇങ്ങനെ തോണ്ടുക. അയാൾ ഒരു 5 സെക്കൻഡ് പോലും ഒന്നും കാണുന്നില്ല. ഒരു സാധനങ്ങൾ തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ ഇരുത്തിരുന്നിട്ട് ഇങ്ങനെ തോണ്ടാണ്. ജീവിതത്തിൽ ക്രിയാത്മകമായിട്ട് യാതൊരു സാധനവും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ എന്താ, നമ്മൾ സമയം വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ സമയം എന്നത് അല്ലേ? നമ്മൾ നമസ്കാരം, ഇപ്പൊ എന്താ പറയുക, ഈ വയസ്സായ ആളുകൾ പോലും എത്രങ്ങാനും വാട്സപ്പ് ഗ്രൂപ്പ് അറിയോ? നിങ്ങൾ ഒരു കൊല്ലം ഉംറക്ക് പോയാൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ്, ഞാൻ അടുത്ത കൊല്ലം ഉംറന്റെ ഗ്രൂപ്പ്, പിന്നെയും പോയ വേറെ ഉംറ,
ഉംറ 2023 ഗ്രൂപ്പ്, ഉംറ 2020 ഗ്രൂപ്പ്. എന്നിട്ട് എല്ലാ ഗ്രൂപ്പും തുറന്നു നോക്കി, അതിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞതിന് മറുപടി കൊടുത്ത്. ഇവിടെ തഫ്സീറൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടാവും, തഫ്സീർ അങ്ങനെ കിടക്കുന്നുണ്ടാവും, അതൊന്നും പിന്നെ നോക്കൂല. കുറെ കഴിഞ്ഞാൽ അത് മടക്കി വെച്ച് കണ്ട് അത് പോകും. അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട ഒരു സാധനമാണ്. നമുക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ഒരു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ മുഖം കുത്തി വീണത് എങ്ങനെയാണ്? അവരുടെ നാവ് സമ്പാദിച്ചത് കൊണ്ടാണെന്നാണ്. അല്ലേ? കൈകൾ സംസാരിക്കുന്നു, പടച്ചോൻ പറഞ്ഞു നാളെ കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും, വായക്ക് സീല് വെക്കുന്നു. അല്ലേ? കൈകൾ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞപ്പം അത് ആദ്യം മനസ്സിലാവില്ല, ഇനി കൈകൾ എങ്ങനെ സംസാരിക്കാന്ന്. ഇന്ന് ഫോണിൽ നമ്മൾ കുട്ടികൾ ടൈപ്പ് ചെയ്യണ കണ്ടാൽ മനസ്സിലാവും കൈ എങ്ങനെ സംസാരിക്കുക എന്നുള്ളത്. അല്ലേ? നമ്മൾ വോയിസിനേക്കാൾ സ്പീഡിലാണ് പുതിയ ജനറേഷൻ കൈകൊണ്ട് ടൈപ്പ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, എന്താ നമുക്ക് ആവശ്യമില്ലാത്ത ഒന്ന്, നമുക്ക് പരലോകത്ത് ഒരു ഹൈറും വരുത്താത്ത ഒന്ന്, അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നത് നഷ്ടമാണ്. പിശാച് നമ്മളെ വഴിതെറ്റിക്കുക അങ്ങനെയാണ്. നാളെ പരലോകത്ത് ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നിസ്കാരം തന്നെയാണ്. അവ്വലുമാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്വലാ എന്നാണ്. അസ്വലാ. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ കണക്ഷനാണ് ഒരു വിശ്വാസിയുടെ ജീവിതം എന്നത്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പടച്ചോൻ അങ്ങനെയാണ് ഈ ദീനിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കി, ഒരിക്കലും ഒരു വിശ്വാസിക്ക് തെറ്റിപ്പോകാനുള്ളൊരു ഗ്യാപ്പില്ല. 5 നേരത്തെ നിസ്കാരം, സുന്നത്ത് നിസ്കാരം, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം, ഇതൊക്കെ നിരന്തരമായി ഇൻവോൾവ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ഗ്യാപ്പില്ല. ഈ സ്ട്രക്ചർ നമ്മൾ തകർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ യാന്ത്രികമായി പോകും. നിങ്ങൾ നിസ്കരിക്കുന്നതും നിങ്ങൾ രാവിലെയും വൈകുന്നേരം ദിക്ർ ചെല്ലുന്നതൊക്കെ അതിങ്ങനെ ഒരു യാന്ത്രികമായി അതിൽ ശ്രദ്ധ കൊടുക്കാതെ എന്താണ് ചെല്ലുന്നത് എന്ന് പോലും ഒരു ബോധമില്ലാതെ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും മറ്റു ദിക്റുകളൊക്കെ ചെല്ലുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിച്ചാൽ മാത്രമേ സത്യത്തിൽ നമ്മൾ ഈ ദീനിൽ നിന്ന് തെറ്റിപ്പോകുള്ളൂ. യാന്ത്രികമായി പോവാ, നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാം ചെല്ലുന്നുണ്ട്, പക്ഷേ യാതൊരു ബോധമില്ല എന്താണ് ചെല്ലണത്, എന്താണ് പറയണത് എന്നൊരു ബോധമില്ലാതെ ചെല്ലുന്നതും ഓതുന്നൊക്കെ ആൾക്കാരുണ്ട്. ആ അവസ്ഥയിൽ നിന്നൊന്ന് മാറിയിട്ട് ചെല്ലുന്നതും ചെയ്യണതൊക്കെ കുറച്ചാണെങ്കിലും ഉള്ളത് നല്ല ബോധത്തോടു കൂടി നിങ്ങളിപ്പോൾ നിസ്കരിച്ചാണെങ്കിൽ അതിൽ ഫാത്തിഹ കൃത്യമായിട്ട് ഓതി ഒരു ദിക്ർ ചെല്ലുമ്പം ആ ദിക്ർ ചെല്ലണത് എന്താണ് എന്നും നിസ്കാരത്തിലൊരു അല്ലാഹു അക്ബർ പറയുമ്പോൾ എത്രങ്ങാനും അല്ലാഹു അക്ബർ, ഒരു പക്ഷെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വാക്ക് അല്ലാഹു അക്ബർ ആയിരിക്കും. അത്രയും അല്ലാഹു അക്ബർ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും നിസ്കാരത്തിൽ. അല്ലേ? നിസ്കാരത്തിൻ്റെ മുമ്പ് ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ മറുപടി, നിസ്കാരത്തിന് ശേഷമുള്ള 33 അല്ലാഹു അക്ബറിൽ, അങ്ങനെ നിരന്തരം അല്ലാഹു അക്ബർ ഒരു ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു അല്ലാഹു അക്ബർ എങ്കിലും നമ്മൾ മനസ്സിൽ തട്ടി പറഞ്ഞിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു മാറ്റം ഉണ്ടാവും. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞാൻ ഏറ്റവും വിലമതിക്കുന്നത്, ഞാൻ ഏറ്റവും പ്രയോറിറ്റി എൻ്റെ ജീവിതത്തിൽ നൽകുന്നത് അള്ളാഹുവിനാണ്. എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന. നമുക്ക് അള്ളാഹുവുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ കിട്ടാത്തതാണ് പ്രശ്നം. നമ്മളെന്താ പറയാ, നമ്മളിപ്പോൾ നരകത്തെ പറ്റി പറയുകയാണെങ്കിലും നമ്മളെന്താ പറയാ, പടച്ചോൻ പേടിപ്പിച്ചെന്നാ പറയാ. ഖബറിൽ ശിക്ഷ ഉണ്ട്, നരകത്തിൽ ശിക്ഷ ഉണ്ട്. മറ്റവർക്ക് ഏഷണിയും പരദൂഷണം പറയണവർക്ക് ഞാൻ പറഞ്ഞ നിസ്കാരം ഉണ്ടല്ലോ, നിസ്കാരം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ അള്ളാഹുമായിട്ടുള്ള ഒരു നിരന്തരമായ ഒരു ബന്ധമാണ് ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യണത് നമുക്ക് നൽകണത്. അപ്പോൾ അതിൽ നമസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാധനം. അപ്പം ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ആ സൊഫിലിരിക്കുന്ന സമയത്തും ഈ ഫോണിൽ മെസ്സേജ് വായിച്ച് അല്ലെങ്കിൽ വാട്സപ്പും സാധനങ്ങളൊക്കെ നോക്കണം, അത് പിന്നെയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യുക, നമ്മൾ നിർത്തുക. കാരണം ആ മുന്നത്തെ സൊഫിൽ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പം തന്നെ നിസ്കാരത്തിലാണ് എന്നാണ്. അത്രയും കൂലുണ്ട്. പണ്ഡിതന്മാർ പറയണത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് ആ നേരം, ആ സമയം. അതുകൊണ്ട് ഖുർആൻ ഓതിനേക്കാൾ അഫ്ളല് നമുക്ക് വേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. കാരണം ഖുർആൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓതാൻ പറ്റും, പക്ഷേ നമ്മൾ എന്തെങ്കിലും അള്ളാഹിനോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട ഒരു നേരാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അലക്ഷ്യമായി ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. അത് നമ്മൾ നിസ്കാരത്തിൻ്റെ മുമ്പ്
എന്ത് ചെയ്യും, ആ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അത് മ്യൂട്ടാക്കിയിടണം. ചില ആൾക്കാരെന്താ നിസ്കാരത്തിൽ പോലും അത് വൈബ്രേഷൻ ആക്കി പറഞ്ഞാൽ കോള് വരുന്നത് നമ്മളറിയാം, അങ്ങനെ അടിച്ചും. അപ്പൊ നമ്മൾ വിചാരിച്ചു ആരപ്പം വിളിച്ചത്, പെണ്ണുങ്ങളാണോ, എന്തെങ്കിലും മറന്നോ, പഞ്ചാര. ഇപ്പൊ ഈ ഇശാ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇനി പഞ്ചാര വാങ്ങാണ്ടാവോ അല്ലേ, അല്ലെങ്കിൽ അതാലോചിക്കാണ്. ഇതിവിടെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ നോക്കുക കീസിക്ക് ആരാ ഫോൺ അടിക്കണെന്ന്, കീസിങ്ങനെ നോക്കുക, ഇങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കുക ആരാ അടിച്ചണ് നിസ്കാരത്തില്. അപ്പൊ അത് എന്തുകൊണ്ടാണ്, ഇത് അടിച്ചത് നമ്മൾ അറിയണോണ്ടാണ്. അപ്പൊ ഇത് പറ്റ സൈലന്റ് ആക്കുക, വൈബ്രേറ്റ് ഫോൺ പറ്റിങ്ങൾ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടാണ്. കാരണം നിസ്കാരം അത്രയും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവുമായിട്ടുള്ള നിസ്കാരത്തെ സീരിയസ് ആയിട്ട് ഒരു വിശ്വാസി കാണാൻ നമ്മളെ ഏറ്റവും വലിയ പരാജയം എന്താ പറയുക, നിസ്കാരത്തെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന നിസ്കാരാണ്. ഒരാളിപ്പോ കെലിമണ് ചെല്ലില്ല പറഞ്ഞാലേ ഓന്റെ മേലെ ഈ ഇശാ നിസ്കാരം വാങ്ങിക്കൊടുത്തു. ഇശാ നിസ്കാരം നിർബന്ധാണ്. നിസ്കരിക്കാൻ അറിയില്ലെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിലും ഓൻ എങ്ങനെങ്കിലും നിസ്കരിച്ചേ പറ്റൂ. സുബൈന്റെ മുമ്പ് നിസ്കരിച്ചണം. ഫാത്തി അറിയില്ലെങ്കിൽ കൈയ്യട്ടി അല്ലാ എന്ന് പറഞ്ഞ് നിസ്കരിച്ചണം. നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. അത്രയും നിർബന്ധമായ സാധനമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കാരത്തിന് കളല്ല. എത്രയോ രോഗികൾ എന്താ പറയുക, നമ്മൾ ഈ സർജറിക്ക് ചെയ്യുമ്പോൾ വളരെ ലാഘവത്തോട് എന്താ ഡോക്ടറെ ഈ തുന്നൊക്കെ ഒന്ന് വേടെടുത്തേരി. അപ്പൊ എന്തേ, ഞാൻ ഒരാഴ്ചയായി നിസ്കരിച്ചിട്ടില്ല. ഈ തുന്നെടുത്ത് കുളിച്ചിട്ട് വേണത്ര നിസ്കരിച്ചാൽ. ചില ആൾക്കാർ മൂത്രത്തിന്റെ ട്യൂബ് ഇട്ടാ പിന്നെ നിസ്കരിച്ചല്ല, ആ ട്യൂബ് ഊരിയിട്ട് നിസ്കരിച്ചുള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ഡ്രസ്സിങ് ചോരുണ്ട്, നിസ്കരിച്ചൂല. അങ്ങനെ നിസ്കാരം എന്ന് പറഞ്ഞ കളാന്ന് പറഞ്ഞ പരിപാടി തന്നെയല്ല. അത് ഉറങ്ങിയോനും മറന്നോനേ ഉള്ളൂ. ഉറങ്ങിയാക്കും മറന്നാക്കും മാത്രമേ കലാവുള്ളൂ. നിങ്ങൾ ബോധപൂർവം ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ, നിങ്ങൾക്ക് ബോധമുണ്ടോ, നിങ്ങൾക്ക് നമസ്കാരം നിർബന്ധമാണ്. അത് വേണമെങ്കിൽ ജമ്മാക്കാൻ പറ്റും, ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അല്ലേ, കസറാക്കാൻ പറ്റില്ല, ജമ്മാക്കാൻ പറ്റും. നിങ്ങൾക്ക് നാലും കൂട്ടി ഒരു സമയത്ത് 8 നിസ്കരിച്ചാൽ, ളുഹറും അസറും കൂട്ടി നിസ്കരിച്ചാൽ, മഗ്‌രിബും ഇശാവും കൂട്ടി നിസ്കരിച്ചാൽ, മഗ്‌രിബിന്റെ നേരത്തെ നിസ്കരിച്ചാൽ ഇശാന്റെ നേരത്തെ നിസ്കരിച്ചാൽ, ളുഹർ അസറാകുമ്പോൾ ഇങ്ങോട്ടും ആക്കാം അങ്ങോട്ടും ആക്കാം, ജമ്മു തെക്കുദീമും ആക്കാം, എന്താണ് അങ്ങോട്ട് പിറകുക്കും ആക്കാം, മുന്നുക്കും ആക്കാം. അതല്ലാതെ അത് ഒഴിവാക്കാൻ പറ്റൂല. അതെങ്ങനെ വയ്ക്കണെന്ന് വെച്ചാൽ അങ്ങനെ നിസ്കരിക്കണം. കാരണം അത്രയും നിസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ്. നിസ്കാരം ഒഴിവാക്കുന്നവൻ കാഫിറാണ് എന്നാണ് ഭൂരിപക്ഷം മദ്ഹബുകളുടെയും വിധി. അതാണ്, ബോധപൂർവ്വം നിസ്കരിച്ചാത്തോ കാഫിറാണെന്നാണ്. ഓനും വിശ്വാസിയും തമ്മിൽ, ഒരു വിശ്വാസിയെയും അവിശ്വാസിയെയും തമ്മിൽ വേർതിരിക്കുന്നത് അവന്റെ നമസ്കാരമാണെന്നാണ്. അപ്പൊ നിസ്കാരത്തിനകത്ത് അപ്പൊ അതിൽ ഫോൺ കടന്നു വരരുത്, അത് വൈബ്രേറ്റ് ചെയ്യരുത്, അത് ഒച്ച ഉണ്ടാകരുത്, അത് തരിച്ചുകൊണ്ട് അവിടെ ഫോൺ അടിച്ചിട്ടുണ്ട് നമ്മളെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. പിന്നെ ലൈക്ക് നോക്കല്. ചില ആൾക്കാരെന്താ അടിച്ചുകൊണ്ടേ നിൽക്കുക, അതെടുത്ത് ഓഫാക്കൂല, ബാക്കിയുള്ളപോലെ നിസ്കാരം മുഴുവൻ ഫസാദാക്കണേ. വളരെ അപകടകരമാണ്. അത് ഓന്റെ നിസ്കാരം മാത്രല്ല, അത് ഒന്നെടുത്ത് ഓഫാക്കിയാൽ മതി. അപ്പൊ അത് വളരെ പ്രധാനം. ബാക്കിയുള്ളവരുടെ നിസ്കാരം ഫസാദാക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞേക്ക് വളരെ കുറഞ്ഞ നിസ്കാരം കഴിഞ്ഞ സമയം, നിസ്കാരത്തിന് മുമ്പും പിമ്പിലുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അത് പ്രാർത്ഥിക്കേണ്ട, ദിക്ർ ചൊല്ലേണ്ട, അല്ലെങ്കിൽ അള്ളാഹനെ ഓർക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യരുത്, ഫോൺ നമ്മളെന്താരോ തുറന്നാൽ പിന്നെ ചിലപ്പോൾ നമ്മളോട് നീച്ചേണ്ടി വരും. നമ്മൾ നോക്കുമ്പം നമുക്ക് നോക്കേണ്ട ഫോണേ കാരണം എന്താ, പിന്നെ നമ്മൾ നീച്ചു പോയി, അതൊക്കെ ദിക്റൊക്കെ അയിമ കഴിഞ്ഞു. ആ ളുഹറിന്റെ ശേഷം ചെല്ലേണ്ട ദിക്റിന്റെ ആ ദിക്ർ നഷ്ടപ്പെട്ടു. അത് പിന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റൂല, അത് അപ്പ ചെല്ലിയാലേ കിട്ടുള്ളൂ. അപ്പോ അതൊക്കെ ഫസാദാകണേ ഒരവസ്ഥയാണ് സഹോദരങ്ങളെ. ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഫോണ്, നമ്മളെ സ്ക്രീന് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കാരം ഒരു നിലക്കും നമ്മളെ ഫോണ് കാരണം ഫസാദാകരുത്. ഇത് ഞാൻ പറഞ്ഞെന്തരോ, ഇത്രയും ചെറിയ കാര്യങ്ങളെ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഏറ്റവും ചെറിയ കാര്യമാണ്. ഇത് നോക്കിക്കൊണ്ടിന്ന് ബാങ്ക് കൊടുത്തിട്ട് ഇതിക്ക് എന്താണ് അത് പൂട്ടി വെക്ക് നിസ്കരിക്കാൻ പോകാതെ പോകുന്നത് അതിനേക്കാൾ മോശമാണ്, അതിനേക്കാൾ അപകടമാണ്. ഒരാൾ ഫോണിൽ ഇങ്ങനെ കളിയോ വീഡിയോ തമാശയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, അഞ്ഞ് വയൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ അലച്ചു നോക്കി, എന്നിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട് നിസ്കരിച്ചാൻ പോകാതൊക്കെ. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ആദ്യത്തെ തക്ബീർ കിട്ടാത്ത രൂപത്തിൽ, ആ ഡിലേ ആക്കുന്ന രൂപത്തിൽ, വൈകിപ്പിക്കുന്ന രൂപത്തിൽ ഈ ഫോണും കണ്ടിരിക്കുക. എന്നിട്ട് പെണ്ണുങ്ങൾ പറയാൻ, എന്ത് മനുഷ്യ ബാങ്ക് കൊടുത്ത് നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ അയിമ കളിച്ചു തിരിക്കാന്ന് ചോദിച്ചാൽ അല്ലേ. അങ്ങനെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ഗതി ഉണ്ടെങ്കിൽ നമ്മൾ ഫോണിന് അഡിക്റ്റഡ് ആണ് അല്ലേ. ബാങ്ക് കൊടുക്കണ നമ്മൾ കേട്ടിട്ടും നമ്മൾ ആ ഫോണൊന്ന് ഓഫാക്കി പള്ളിക്ക് പോകാൻ ഉള്ള ഒരു താല്പര്യം നമ്മൾ കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
നമ്മൾ ദജ്ജാലിനെ പിടിച്ചെന്ന് പറയും. ദജ്ജാലിനെ പിടിച്ച് പറഞ്ഞാൽ മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞിട്ടാണ് നിസ്കാരം അവസാനിക്കുക. ചില ആൾക്കാരെ വിചാരം എന്താ അറിയോ, ഈ മസീഹു ദജ്ജാലിന്റെ മുമ്പിൽ ആണ് എത്തിയാൽ മതി. അവസാനത്തെ തത്തയ്യാത്തിൽ സലാം വീട്ടിനതിന്റെ മുമ്പായിട്ട് ജമാഅത്തിൽ ചേർന്നാൽ ജമാഅത്തിന്റെ കൂലിട്ടുന്ന കിട്ടൂല. അതൊക്കെ ഏറ്റവും ലാസ്റ്റാണ് ദജ്ജാലിനെ പിടിച്ചാൻ പോകുക എന്നാ പറയുന്നത്. നമ്മൾ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമിനാണ് പിടിച്ചേണ്ടത്, ദജ്ജാലിനല്ലേ പിടിച്ചേണ്ടത്. ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമാണ് നമ്മൾ പിടിച്ചേണ്ടത്. അപ്പോൾ അതിന്റെ മുമ്പ് റവാത്തിബ് സുന്നത്ത് പള്ളി കിട്ടുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അങ്ങാടിയിലാണെങ്കിൽ, വീട്ടിലാണെങ്കിൽ നിസ്കരിച്ചിട്ട് വേഗം പള്ളിയിൽ പോവാ. എന്നിട്ട് സഹോദരങ്ങൾ, ഇത്രയും നിസ്കാരത്തിന്റെ കാര്യം, കാരണം അതിൽ ഓതുന്ന ഓരോ ആയത്തിന്റെ കൂലി എത്രയാണ്. അള്ളാന്റെ റസൂല് പറയാണ്, അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കണത്, നിങ്ങൾ പള്ളി കഴിഞ്ഞ് തിരിച്ച് നിങ്ങളെ വീട്ടിക്ക്, സഹാബത്തിനോട് പറയാണ്, പള്ളി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിക്ക് ചെല്ലുമ്പം നിങ്ങളെ വീട്ടിൻ്റെ ഉമ്മരത്ത് ചുവന്ന 3 ഒട്ടകങ്ങൾ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ്. അതായത് അന്നത്തെ കാലത്ത് അറബിയാക്ക് ഏറ്റവും വില കൂടിയ സാധനമാണ് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ. അതായത് ഇന്നിപ്പോ ഒരു വലിയ ബെൻസ് കാറ് അല്ലെങ്കിൽ ഓഡി കാറ്, BMW കാറ്, അല്ലെങ്കിൽ ഏറ്റവും BYD നല്ല ഒരു വില കൂടിയ കാറ് നിങ്ങളെ വീടിൻ്റെ ഉമ്മരത്ത് നിർത്തിയിട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നിങ്ങൾ പെരീക്ക് ചെല്ലുമ്പോൾ ഒരു വണ്ടി, പുതിയ വണ്ടി നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെ പേരിൽ രജിസ്റ്റർ ചെയ്തോടെ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അതേപോലെയാണ് നിസ്കാരത്തിൽ ഓതുന്ന 3 ആയത്ത് എന്നാണ്. ഇത് ഇമാമ് 3 ആയത്ത് നിസ്കാരത്തിൽ ഓതുമ്പം അത് ശ്രദ്ധിച്ച് കേട്ടാൽ, അല്ലെ നമ്മൾ സുന്നത്ത് നിസ്കാരത്തിൽ 3 ആയത്ത് ഒരു റക്അത്തിൽ നമ്മൾ 3 ആയത്ത് ഓതിയാൽ ആ 3 ആയത്തിന് 3 ചുവന്ന ഒട്ടകങ്ങളെക്കാൾ മാത്തുണ്ട് എന്നാണ്. അതിനേക്കാൾ എന്തേ വരുള്ളൂ, ഒരായത്തും കൂടി കൂടിയാലേ അതിന്റെ മോൾക്ക് നിൽക്കുള്ളൂ. അതല്ലാതെ ഈ ദുനിയാവിൽ ഒന്നിനും അതിനേക്കാൾ മേലേക്ക് നിൽക്കൂല എന്നാണ്. അപ്പൊ അത്രയും കൂലുള്ള സാധനമാണ് നമ്മൾ ഈ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ വില നമ്മൾ മനസ്സിലാക്കും എപ്പോഴറിയാം, ഈ ഖബറിൽ കിടക്കുമ്പോൾ. ഖബറിൽ എത്തി ഇങ്ങനെ ലോക്കായിട്ട് കിടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കും എന്ത്, നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയത്തിന്റെ, നമ്മൾ നഷ്ടപ്പെടുത്തിയ സുന്നത്ത് നമസ്കാരത്തിന്റെ, നമ്മൾ നഷ്ടപ്പെടുത്തിയ ഖുർആൻ ആയത്തിന്റെ വില ആ കിടന്ന കിടപ്പിൽ നമുക്ക് മനസ്സിലാകും. കാരണം എന്താ, അള്ളാന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. അള്ളാന്റെ റസൂൽ സഹാബിയാളപ്പം ആ ജന്നത്തുൽ ബഖീലൂടെ ഇങ്ങനെ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പുതിയ ഖബറുണ്ട് അല്ലേ. നമുക്കറിയാം ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ പുതിയ ഖബർ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും, അതിന് ചെറിയ നനവുണ്ടാവും അല്ലേ. അതിന് ചെറിയൊരു നനവും, ഒരു പുതിയ ഖബർ കണ്ടാൽ മനസ്സിലാവും, മണ്ണിനൊക്കെ നല്ലൊരു കളറും അല്ലേ. ഒരു പുതിയ ഖബർ കണ്ടാൽ, അപ്പോ ഒരു പുതിയ ഖബറിന്റെ അരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളും ഒന്നിച്ച് കടന്നു പോയപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് ഈ ഖബറാളി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ നിങ്ങള്, ഈ ഖബറാളി ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിൽ, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ വിഷയത്തിൽ ഈ ഖബറാളി പറയണ എന്താ നിങ്ങൾ, ഖബറാളി മനസ്സിലാക്കി തരുന്ന പോയിന്റ് എന്താ വെച്ചാല്, ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ലോകത്തെ ഏറ്റവും വില മതിക്കുന്ന സാധനം നവാഫിലായ, ഫർളല്ല നവാഫിലായ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ഈ ഖബറാളി മനസ്സിലാക്കിയിട്ട് കിടക്കുകയാണ്. പക്ഷെ അയാൾക്ക് നിസ്കരിച്ചാലൊരു ചാൻസ് ഇല്ല. അള്ളാന്റെ റസൂല് സഹാബത്തിന് പറഞ്ഞു കൊടുക്കണ എന്തിനാ നിങ്ങള്, ഇനി ജീവിച്ചിരിക്കണവർക്ക് അതിനുള്ളൊരു ചാൻസ് ഉള്ളൂ. കാരണം ഖബറിൽ കിടക്കുമ്പോൾ പിന്നെ ഒരു വിചാരണ മാത്രമാണ് നമ്മൾ കാത്തു കിടക്കണത്. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മളെ അവസ്ഥ എന്താവുമെന്ന് ബേജാറായിട്ട് ഒരു വിചാരണയെ കാത്താണ് നമ്മൾ ഈ ഖബറിൽ കിടക്കുന്നത്. നമുക്കൊന്നും പുതിയത് ചെയ്യാൻ പറ്റൂല. പക്ഷെ പറ്റുന്നൊരു സമയത്താണ് ഇപ്പൊ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തോളി സഹോദരങ്ങളെ. അതാണ് ഈ സമയത്തോട് നിസ്കാരം ഒരു നിലക്കും നമ്മളെ ഫോണ് നിസ്കാരത്തെ ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. രണ്ടാമത്തത് നമ്മൾ കുടുംബമാണ്. ഇന്നിപ്പോ ഒരു പെരീക്കിന് ചെന്നാൻ തരങ്ങള്, പണ്ടൊക്കെ ഒരു പെരീക്ക് വന്നാൽ ബേക്കറി തിന്നാനെങ്കിലും കുട്ടികൾ വന്നിരുന്നു. നമുക്ക് ചായ തരുമ്പം ആ പെരിയിലെ ചെറിയ കുട്ടികളൊക്കെ ചായന്റെ അപ്പുറത്ത് ആ ബേക്കറി പാത്രത്തിന്റെ അവിടെ അങ്ങനെ അപ്പുറം ഇപ്പുറം വട്ടിട്ട് നിൽക്കുന്നു. അതിലെന്തൊക്കെയാ ഉള്ളത് നമുക്ക് കിട്ടുമെന്നൊക്കെ നോക്കാൻ. ഇന്നൊരു കുട്ടി ഒരു വൈക്കും വരൂല. നമ്മൾ ഒരു ഗസ്റ്റ് വന്നാൽ വന്നു നോക്കുന്നല്ല. ഒരു സോഫയിൽ ഒരാളുണ്ടാവും ചെരിഞ്ഞിടക്കണ്, മറ്റാളുണ്ടാവും കൗന്നിടക്കണ്, ഒരാൾക്ക് ഫോൺ ഉണ്ടാവും, ഒരാൾ ഉമ്മാന്റെ ഫോണിൽ, ഒരാൾ ബാപ്പാന്റെ ഫോണിൽ, ഒരാൾ സ്വന്തം ടാബിൽ. വന്നത് ഇവിടെ അമ്മോൻ വന്നിണ്, എളാപ്പ വന്നിണ്, മൂത്താപ്പ വന്നിണ്, ആരെ വന്നെന്ന് വെച്ചാൽ ആ പോകാനാവുമ്പം പറയറിയും, അപ്പോൾ വരാം. അപ്പോ
അങ്ങനത്തെ ഒരു അവസ്ഥ. അത് പരസ്പരം എല്ലാവർക്കും വൈഫൈ ഉണ്ട് വീട്ടിൽ. എന്താ വെച്ചാൽ നമ്മളെ കോവിഡ് വന്ന് പോയതിൻ്റെ ശേഷം സ്കൂൾ പഠിച്ചാൽ വേണ്ടി വാപ്പ വൈഫൈ ഒക്കെ വെച്ചിക്കണ്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ വൈഫൈ ഉണ്ട്. വാപ്പി അതന്നെ, വാപ്പി ചെരിഞ്ഞിടന്ന് വൈഫൈ കാണാനാണ് വാപ്പാൻ്റെ പണി. പെരടി വേദനയാണ്. എന്താണ് ഇങ്ങനെ കാണുന്നത്? ചില ആൾക്കാർ കാണിക്കാൻ വരും, ഇവിടെ എന്താ പെരടി വേദന, എന്താ കാരണം വെച്ചാൽ അതിപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ കാണുക. ഇപ്പോൾ പുതിയൊരു സോഫ വാങ്ങിയാണ്, അപ്പോൾ ഇങ്ങനെ കാണല്. അപ്പോൾ ഇപ്പം ഇവിടെ ഭയങ്കര വേദന. മൂപ്പർക്ക് തന്നെ അറിയാം ഇത് വേദനൻ്റെ കാരണം എന്താണ്. പിന്നെ ഇപ്പൊ നമ്മളൊരു എക്സ്റേ ഒക്കെ എടുത്തുകൊണ്ട് അതന്നെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും വൈഫൈ ആണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, വീട്ടിൽ എന്താ വെച്ചാൽ എല്ലാവരും ഒരേ വൈഫൈ ഉപയോഗിച്ച് എല്ലാവരും വേറെ വേറെ ഫോണിലുണ്ട്. അങ്ങോട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പോയാലോ, ഒരു ഹോട്ടലിൽ പോയി ചെന്നാലും അപ്പോൾ തന്നെ എല്ലാവരും അവനാൻ്റെ ഫോണിലുണ്ടാവും. അതിൽ സാധനങ്ങളൊക്കെ വന്നാൽ ഫോട്ടോ എടുക്കലാണ് ഇപ്പൊ മെയിൻ പരിപാടി. ഫാമിലി ഗ്രൂപ്പിലൊക്കെ നോക്കിയുണ്ടാവും ഇങ്ങനെ വളഞ്ഞിക്കണ ഒരു നെയ്യപ്പൊക്കെ. ആരോ ഒരു അമ്മായിയോ മൂത്തമ്മേ എല്ലാവർക്കും തന്നെ പണി നീണ്ടിക്കണ നെയ്യപ്പൊക്കെ, കരിഞ്ഞ നെയ്യപ്പൊക്കെ ഫോട്ടോ ഇടുക. കുഴപ്പമില്ല, ഇതിലൊക്കെ ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ. പക്ഷെ എന്താ നിങ്ങൾ ഇതന്നെ ആയിക്കൊണ്ട് നമ്മൾ വാഷിംഗ് മെഷീനും ടിവിയും നമ്മൾ മിക്സി. ഇപ്പൊ പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ എന്താണ് അമ്മിമ്മലാണ് ഇതാക്കിന്. ഇപ്പോഴും ഉണ്ട് അടുക്കളൻ്റെ സൈഡിൽ ഒരു അമ്മി ഉണ്ടാവും. എന്നിട്ട് അവിടെ എന്താ പാളൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വടിച്ചതും കൂടണം. അതൊന്നും ഇപ്പം അല്ല. കാരണം നമ്മൾ സൗകര്യങ്ങൾ വളരെ കൂടി. വൈകുന്നേരം ആകുമ്പോൾ ഒരലിൽ അയലോക്കത്തെ പെണ്ണിൻ്റെ അമ്മയും വന്നിട്ട് ഇങ്ങനെ ഇടിച്ചതാണ്. അങ്ങനെ ഇടിച്ചാണ്. ഒരാൾ ഇടിച്ചോ മറ്റേ പൊന്തു ഇങ്ങനെ. അതൊന്നും ഇപ്പം കാണില്ല. ഇതൊക്കെ നമുക്ക് മിക്സി കിട്ടി, എല്ലാ സൗകര്യം കിട്ടി അല്ലേ. ഇപ്പം എന്താണ്, ഇപ്പോൾ ഒരു ഡോറുള്ള ഫ്രിഡ്ജ് പോരാ, നമുക്ക് 2 ഡോറുള്ള ഫ്രിഡ്ജ്, വലിയ പെരി ചെന്ന 4 ഡോറുള്ള ഫ്രിഡ്ജ്, ഇങ്ങനെയൊക്കെ തുറക്കണ അലമാരമാരി തുറക്കണ ഫ്രിഡ്ജ്, എല്ലാം വലിപ്പം കൂടി. അപ്പോൾ ഒരു വണ്ടി എല്ലാം സൗകര്യം കൂടി. നടന്നു പോകണ്ട, നമുക്ക് 2 വീലർ ഉണ്ട്. അങ്ങാടിക്ക് മാർക്കറ്റ് പോകാൻ നമ്മൾ 2 വീലർ ഉണ്ട്. കാരണം കാർ അങ്ങോട്ട് പോകില്ല, തിരക്കേ കാരണം. അപ്പം നമുക്ക് അതിന് വണ്ടി ഉണ്ട്. എന്നല്ല നമുക്ക് എല്ലാവർക്കും പോകണമെങ്കിൽ 6 ആൾക്ക് പോകണ വേറെ വണ്ടി ഉണ്ട്. എല്ലാം കൂടി. സത്യത്തിൽ ഇതൊക്കെ കൂടിയാൽ നമുക്ക് കിട്ടേണ്ട മെച്ചം എന്താണ്? ഒരു പേജ് ഖുർആനും കൂടി നമുക്ക് അധികം ഓതാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. ഇപ്പം എന്താ അറിയോ, ഇപ്പം എൻ്റെ പെരയ്ക്ക് നല്ല സൗകര്യമാണ്. ഇപ്പം ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്, പണിക്കാളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം നല്ല ഖുർആൻ പഠിക്കുന്നു ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഇല്ല. അപ്പോഴെന്തോ ഇതിങ്ങനെ കണ്ട്, ഈ കോമഡിയും കണ്ട്, ഈ ഗ്രൂപ്പിൽ ഇതും പറഞ്ഞ് ഇങ്ങനെ ചർച്ച. മറ്റവളെ ഓള് പോസ്റ്റ് ഇട്ടിക്കണ്, ഇജ്ജ് കണ്ടിക്കണോ? എന്നിട്ട് മറ്റവളെ വിളിച്ചാണ്, ഓളെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇജ്ജ് കണ്ടിക്കണോ? എന്നിട്ട് ഓടി ആയിക്കൊണ്ടെന്നിട്ട് അങ്ങനെ ആൾക്കാരെ മൊത്തം ഫസാദാക്കി സ്വീപ്പാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയിന്ന് ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മളെ സമയമാണ്. പിശാച് കാത്തിരിക്കുന്നതാണ് തൗഹീദുള്ള ആളുകളെ എങ്ങനെ ദീന്ന് വഴി തെറ്റിക്കാം എന്ന. പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് തൗഹീദുള്ളവരെയാണ്. കാരണം ഓലെന്തെങ്കിലും ചെയ്താലേ നാളെ കിട്ടുള്ളൂ. ഈ ജാറത്തിന് പോയി കൗന്നിറക്കണോന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് നാളെ സ്വീകരിക്കപ്പെടൂല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരലോകത്ത് രക്ഷ ഉണ്ടാവുള്ളൂ. അള്ളാഹിനെ മാത്രം വിശ്വസിക്കുകയും അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും എന്ത് ഗുണമോ ദോഷമോ അത് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, എൻ്റെ ജീവിതത്തെ ബാധിച്ച വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസം, അതാണ് തൗഹീദ്. അത് ജാറത്തിൽ മൺമറഞ്ഞു പോയ ഒരാൾക്ക് എൻ്റെ ജീവിതത്തിൽ ബാധിച്ച ദുരിതം മാറ്റിത്തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ നൂലിനോ നെയ്യിനോ വെള്ളത്തിനോ അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാളെ തൗഹീദിൽ കളങ്കം വന്നിട്ടുണ്ട്. ഇപ്പൊ സഹോദരങ്ങളെ, അങ്ങനത്തെ വിശ്വാസമുള്ള ആളുകളെയാണ് ഇബിലീസ് എന്ത് ചെയ്യുക, കൂടുതൽ തെറ്റിക്കാൻ നോക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇബിലീസിന്, നമ്മളെ ഏറ്റവും വലിയ ശത്രു ട്രംപ് അല്ല, അല്ലെ അമേരിക്ക അല്ല, മോദി അല്ല, RSS അല്ല. ആരാണ്? വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചെന്നാണ്. ആരാണ്? ഇബ്ലീസാണ്, ശൈത്വാനാണ്, പിശാചാണ്. അവൻ നിങ്ങൾ എന്ത് ചെയ്യും? അവൻ നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള സകല പണിയെടുക്കുന്നതാണ്. സകല പണിയെടുക്കും. അതെന്താണ്? നിങ്ങളെ പെട്ടെന്ന് ശിർക്ക് ചെയ്യിക്കാൻ ഇബ്ലീസിന് കഴിയൂല. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളോട് എന്ത് ചെയ്യും? ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യിച്ചത്. അത് ആദ്യത്തെ എന്താണ്? സമയത്ത് നമ്മൾ സമയം പാഴാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു സാധനം. അപ്പം അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? കുടുംബത്തിൽ നമ്മളത് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളെ പരസ്പരമുള്ള ബന്ധം അല്ലേ. ഇപ്പം എന്താണ്, ഇപ്പം ഞാൻ തമാശക്ക് പറയലുണ്ട്, എന്താണ്, പെണ്ണുങ്ങൾ കിടക്കാൻ നേരത്തെ പെണ്ണുങ്ങൾ ഫോണിലാണ്. പെണ്ണുങ്ങൾ ബെഡിൻ്റെ അറ്റത്ത് എന്താണ്, പെണ്ണുങ്ങൾ ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ട് നീങ്ങി തരുന്നില്ല. അപ്പം നീങ്ങെന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ കേൾക്കില്ല. അപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, നീ കിടക്കുന്നു. അപ്പോൾ നീ കിടന്നു. അതായത് ഇതാണ് ഇപ്പൊ അവസ്ഥ. നീങ്ങെന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല, പക്ഷേ വാട്സപ്പിൽ നീങ്ങെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചപ്പോൾ എന്ത് ചെയ്തു? അത് നീങ്ങി കിടന്നു. പക്ഷെ ആൾക്കാർ വാട്സപ്പ് നോക്കി കുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ
സോഷ്യൽ മീഡിയയിൽ നോക്കി കുത്തിരിക്കുകയാണ്. പരസ്പരം എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല, അല്ലെ പരസ്പരം എന്ത് ചെയ്യുന്നില്ല. അത് വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ കുട്ടികളാണെങ്കിലും ഇപ്പം നമ്മളെന്താ പറയുക, നമ്മൾ സംഭവം ടി വി ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ചാനലൊക്കെ നമ്മൾ വാങ്ങി പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് കളി കാണാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും നമ്മളെ മക്കൾ, നമ്മൾക്ക് നാളെ മരിച്ചു ചെന്നാൽ നമ്മൾ ഈ ലോകത്ത് ബാക്കിയാകുന്നത് നമ്മുടെ മക്കളാണ്. നമ്മുടെ നമ്മുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണ്. നമ്മളിവിടെ ബാക്കി വെച്ച സ്വത്തോ വീഡിയോ ബിൽഡിങ്ങോ പീഡിയമുറിയോ നമ്മളെ ഏക്കർ കണക്കിന് സ്വത്തോ അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലോ ഇതൊന്നല്ല സത്യത്തിൽ നമ്മുടെ പൈതൃകം. നമ്മുടെ പൈതൃകം എന്നത് നമ്മുടെ മക്കളാണ്, നമ്മുടെ ആദർശമാണ്. നമ്മൾ നോക്കി, മരണം ഹാജരായ സന്ദർഭത്തിൽ യാക്കൂബ് നബി തൻ്റെ മക്കളോട് കൊടുത്ത വസിയത്ത്, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ അവിടെ ഹാജരുണ്ടോന്ന് ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യാക്കൂബ് നബി മക്കളെ വിളിച്ചിട്ട് മരണാസന്നനായി കിടക്കുമ്പം മക്കളെ വിളിച്ചിട്ട് എന്താ മക്കളോട് പറയണത്? എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് ചോദിച്ചത് അല്ലേ? ആ അങ്ങാടിയിലെ 10 സെന്റ് സ്ഥലം ആരാണ് എടുക്കണെന്നല്ല ചോദിച്ചത്. അത് ഇളയ വികലാംഗനായ ഇളയ മകന് കൊടുക്കണം എന്നല്ല യാക്കൂബ് നബി പറഞ്ഞത്. എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്നാണ്. അപ്പൊ നമ്മൾ ബാക്കി വെക്കുന്ന പൈതൃകം എന്നത് നമ്മുടെ വിശ്വാസമാണ്. ഈ തൗഹീദാണ്. ഈ തൗഹീദുള്ള മക്കളാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ സന്താനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ ഒരു ബോധത്തോടു കൂടി എന്ത് ചെയ്യണം, സന്താനങ്ങളെ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മളിതൊക്കെ ചെയ്തു കൊടുത്താലും നമ്മൾ ഓന് മെസ്സിന്റെ ജേഴ്സി, റൊണാൾഡോന്റെ ജേഴ്സിയൊക്കെ, എംബപ്പന്റെ ജേഴ്സിയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോഴും നമ്മളെ കുട്ടി എന്ത് ചെയ്തിട്ടില്ല, ഒരു താരാരാധനയിൽ അകപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് സഹോദരങ്ങളെ. അത് നമസ്കാരത്തിന്റെ സമയം വരുമ്പോൾ എന്താണ്, അത് നമസ്കരിക്കാൻ പോകുന്ന ആ TV ഓഫ് ചെയ്ത് ആ കളി ഓഫാക്കിയിട്ട് ഫർള് നമസ്കാരത്തിന്റെ ജമാഅത്തിന് പോകുന്ന ഒരു പിതാവിനെയാണ്, ആ പിതാവിന്റെ കൂടെ പോകുന്ന ഒരു കുട്ടിയെയാണ് നമ്മൾ അവിടെ ഉണ്ടാക്കേണ്ടത്. അതാണ് നമ്മുടെ പൈതൃകം എന്നത് അല്ലേ? നമ്മൾ അൽക്കഹ്ഫ് ഓതണം എന്ന് കുട്ടികളോട് ഒരു 100 വട്ടം പറയണതിന് പകരം നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ കുട്ടികൾ സ്കൂൾ പോണ സന്ദർഭത്തിൽ അല്ലെ മദ്രസക്ക് പോണതിന്റെ മുമ്പ് അവിടെ അവര് കേൾക്കുന്ന വിധത്തിൽ അവരൊക്കെ ആ പെരിയുള്ളവരൊക്കെ കേൾക്കണം. നമ്മൾ കുറച്ച് ഉറക്കനെ അൽക്കഹ്ഫ് ഇരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് അൽക്കഹ്ഫ് നമ്മൾ ഓതുമ്പം ആ ഓതുന്നത് സഹോദരങ്ങളെ 100 വട്ടം നിങ്ങൾ അൽക്കഹ്ഫ് ഓതണം എന്ന് പറയുന്നതിനേക്കാൾ ശക്തിയുണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ഉറക്കനെ ആ അൽക്കഹ്ഫ് ഓതുമ്പം. അതാണ് നമ്മുടെ നമുക്ക് മക്കൾക്ക് നൽകേണ്ട പൈതൃകം. അതാണ് പാരമ്പര്യം. അതാണ്. അപ്പൊ എൻ്റെ വാപ്പ എന്നും രാവിലെ വെള്ളിയാഴ്ച അൽക്കഹ്ഫ് ഓതുമായിരുന്നു എന്ന് ഓർക്കാനും തൻ്റെ മക്കളോട് പറയാനും മക്കൾക്ക് പഠിപ്പിക്കാനും മക്കൾക്ക് ആ ഒരു പൈതൃകം നൽകാനും ഒരു ലെഗസി നമ്മൾ മരിക്കുമ്പോൾ ബാക്കി വെക്കണമെങ്കിൽ എന്താ നിങ്ങൾ, നമ്മൾ ആ നേരം ഫോണുമ്പോൾ തോണ്ടിയിരിക്കാതെ ആ ഒരു അരമണിക്കൂർ വെള്ളിയാഴ്ച രാവിലെ അത് എൻ്റെ അഭിപ്രായം പള്ളി നോതിനേക്കാൾ നിങ്ങൾ പെരിയിൽ വന്ന് വീട്ടുകാർ കേൾക്കത്തക്ക അത് ഓതണം. കാരണം എന്താ നിങ്ങൾ, അത് വലിയൊരു മെസ്സേജാണ് നമ്മളെ കുടുംബത്തിന് നമ്മളെ മക്കൾക്ക് നമ്മൾ നൽകുന്നത്. കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ ഒരു സ്ഥിരമായിട്ട് അൽക്ക് വീട്ടിൽ ഓതുക എന്നുള്ളതൊക്കെ അതൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഒരു ഏസാമരിമിൻ്റെ അടി ഖുർആൻ ഓതുക അല്ലേ? ഖുർആൻ ഓതുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഓതിയിട്ടേ പിന്നെ അന്ന് എന്ത് ചെയ്യുള്ളൂ, അന്ന് തുടങ്ങാൻ പറ്റുള്ളൂ, ഏത് കാര്യം തുടങ്ങാൻ പറ്റുള്ളൂ. പഠിച്ചത് ഓതുക എന്നാ പറയാം. ആദ്യം പഠിച്ചത് ഓതുക എന്ന് പറയണമെങ്കിൽ അതിൽ ഫസ്റ്റ് ഖുർആനാണ് അല്ലേ? ഖുർആൻ ഓതാത്തവർക്ക് പെരയിൽ ചോറിട്ടൂല, ഭക്ഷണം കിട്ടൂല. ഇന്ന് ഖുർആൻ നിന്ന് ആളുകൾ അകന്നു പോവുകയാണ്. എല്ലാവരും ഖുർആന്റെ ആൾക്കാരാണ്, ഖുർആൻ ഹാഫിളീങ്ങളാണ്, ഖുർആൻ ഹിഫ്ള് നടത്തുന്ന സ്ഥാപനമുണ്ട്. പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താ നിങ്ങൾ, അത് ഖുർആൻ ഇല്ലാതെ പോവുകയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓതാനുള്ളൊരു സാധനമല്ല, ഖുർആൻ ജീവിക്കാനുള്ള സാധനമാണ്. അതാണ് സഹാബത്തും നമ്മളും തമ്മിൽ വ്യത്യാസം. അവർ ഖുർആനെ കൊണ്ട് ജീവിക്കായിരുന്നു, നമ്മളത് ഓതി തൊണ്ടയിലേക്ക് താഴേക്ക് ഇറങ്ങാത്തൊരവസ്ഥ. നന്നായി ഓത്, നല്ല ചൊറുക്കുണ്ടാവും, ഒക്കെ ഉഷാറാണ്. അതിൻ്റെ മഹ്റജും അതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രയോഗം നമ്മൾ പറഞ്ഞു. പക്ഷേ അത് ജീവിതത്തിലേക്ക് വരുമ്പം അത് ഹൃദയത്തെ സ്വാധീനിക്കാത്ത ഒരവസ്ഥയാണ് നമ്മുടെ ഖുർആൻ ഓത്തിന്. അപ്പം അത് സഹോദരങ്ങൾ, ഇതൊക്കെ എന്താണ്, നമ്മളെ മക്കളെ ആ ഒരു പൈതൃകത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലേ? ഈ ഏത് ടീമിന് നമുക്ക് അത്ഭുതമാണ്. ഇന്നത്തെ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഏത് ടീമിൻ്റെ ആൾക്കാരെ കുട്ടികൾ പറഞ്ഞു തരും. നമുക്കറിയാത്ത ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ കളിക്കാരൊക്കെ ചോദിച്ചു നോക്കി, എല്ലാവരും പേരും പറഞ്ഞു തരും. നമുക്ക് തന്നെ തൊള്ളി കൊള്ളാത്ത, നമുക്കൊന്നും വായിച്ചാൽ കിട്ടാത്ത പേര് കുട്ടികൾ മണിയായിട്ട് പറഞ്ഞുതരും. ഏത് ക്ലബിലാണ് ഓൻ കളിച്ചത്, ഓന് ഏത് രാജ്യക്കാരനാണ്, ഓൻ എത്ര ഗോൾ അടിച്ചിക്കണ്, ഓൻ്റെ ഫേവറേറ്റ് എല്ലാ കാര്യവും, ഓൻ്റെ കാർ ഏതാണ്,
ഒക്കെ കുട്ടികൾ പറഞ്ഞുതരും. നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 സഹാബികളെ പേര് വെച്ച് നോക്കി. അപ്പം അറിയാം അതെന്താ അത് നമ്മളെ പോരായ്മയാണ്. അത് നമ്മൾ കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഇതിനൊക്കെ നമ്മൾ വളം വെച്ച് കൊടുത്തുക്കണ്, നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തുക്കണ്. നമ്മൾ TV, നമ്മൾ കണക്ഷൻ കൊടുത്തു, നമ്മൾ നെറ്റ് കൊടുത്തു, നമ്മളെ ഫോൺ കൊടുത്തു. നമ്മളെ ഫോണിലൂടെയാണോ ഇതൊക്കെ പഠിച്ചത്? നമ്മളെ ഫോണിലൂടെയാണ് നമ്മളെ മോൻ ഇതൊക്കെ പഠിച്ചതെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അതിൻ്റെ കൂടെ വേറെ കുറെ സാധനങ്ങളും ചില ബോധ്യങ്ങളും ആ കുട്ടിക്ക് നൽകണമായിരുന്നു. അത് നൽകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ വരുമാനം, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ എന്താ പറയുക, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ അല്ലേ? അത് ചില ആൾക്കാർക്ക് സമ്പത്തായിരിക്കും, ചില ആൾക്കാർക്ക് സമയമായിരിക്കും. നിങ്ങൾക്ക് എന്താണോ ഈ ദീനിന് കൊടുക്കാൻ പറ്റുക അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്ത് നമ്മൾ ബിസി ആയിരിക്കുക എന്നുള്ളതാണ്. ഒഴിവ് സമയമാണ് ഏറ്റവും പിശാച് നമ്മളെ ഏറ്റവും ബാധിക്കാൻ സാധ്യത സമയം. നമ്മളുകൊണ്ട് നമ്മൾ ദഅവത്തിന്റെ കാര്യമായിട്ട്, ഖുർആൻ പഠനമായിട്ട്, ഈ ആളുകൾക്ക് സേവനം ചെയ്യുന്നതുമായിട്ട് നമ്മൾ ഫുൾ ടൈം ബിസി ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ആ ഒരു നെറ്റിത്തടത്തിൽ വിയർപ്പുമായിട്ട് നമ്മൾ മരിച്ചു പോകണം. ഒരു കാര്യം കഴിഞ്ഞ് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കുക. നിരന്തരമായ വിശ്രമമില്ലാത്ത നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ജീവിതം നോക്കി. ഒരു സഹാബി പറയാണ് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക രാത്രി അതൊരു യുദ്ധം നടന്നു എന്നാൽ മഗ്‌രിബ് ആകുമ്പോൾ യുദ്ധം അവസാനിക്കും. പിന്നെ സുബൈക്ക് സൂര്യൻ ഉദിച്ചിട്ടാണ് യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യുക. പണ്ടത്തെ കാലത്തെ യുദ്ധം അങ്ങനെ രാത്രി ബോംബിടുന്ന പരിപാടിയൊന്നും പണ്ടില്ല. നേർക്ക് നേരെയുള്ള യുദ്ധമാണ്. അത് വെളിച്ചം കഴിഞ്ഞാൽ മഗ്‌രിബ് കഴിഞ്ഞാൽ യുദ്ധം കഴിയും. അങ്ങനെ യുദ്ധത്തിൽ കുറേ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഓരൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ട്. അങ്ങനെ നാളെ വീണ്ടും യുദ്ധമാണ്. അങ്ങനെ രാത്രി വളരെ ഇരുട്ടായപ്പം ഒരു സഹാബി ഉറക്കത്ത് നിന്ന് എണീറ്റപ്പം ദൂരെ ഒരു വെളിച്ചം കാണുകയാണ്. അപ്പൊ ആ സഹാബി ആ വെളിച്ചത്തിലേക്ക് നടന്നു പോകണം. ഇനി എന്താ പല ശത്രുക്കളറ്റ് വന്ന് എന്തൊരു ചെയ്യാണെന്ന് പേടിച്ചിട്ട് ആ വെളിച്ചം കണ്ടോടത്ത് ഇങ്ങനെ ഒറ്റക്ക് നടന്നു പോകുമ്പം ആ വെളിച്ചത്തിന്റെ അടുത്തെത്തിയപ്പം അവിടെ കാണുന്ന കാഴ്ച എന്താ പറയുക, ഒരു പരിക്ക് തലേന്നത്തെ യുദ്ധത്തിൽ ശക്തമായി മുറിവേറ്റിരുന്ന ഒരു സഹാബി രാത്രി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ സഹാബിയെ മറവ് ചെയ്യാണ്. ആരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ റളിയല്ലാഹു അൻഹും കൂടി മറവ് ചെയ്യാണ്. കാരണം എന്താ? എല്ലാരും കൂടി പിടിച്ച് മയ്യത്ത് സ്കരിപ്പിച്ചാൽ നാളെ യുദ്ധമുള്ളതാണ്. അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ട് ഈ മൂന്ന് ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും നബിയും കൂടി എന്ത് ചെയ്യാണ്? അയാളെ ശുശ്രൂഷകളൊക്കെ ചെയ്ത് അയാളെ കഫൻ ചെയ്ത് മയ്യത്ത് സ്കരിച്ച് അയാളെ മറവ് ചെയ്യാണ്. ആലോചിച്ച് ആരാണത്? അള്ളാന്റെ റസൂലാണ് അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് ചെയ്ത ത്യാഗങ്ങള് സഹോദരങ്ങളെ, ഈ പ്രവാചകൻ അനുഭവിച്ച വേദനയും പ്രയാസങ്ങളും ഈ ദീനിനു വേണ്ടി നമ്മൾ വിചാരിക്കും നബിന്റെ ഭാഗ്യല്ലേ, നബിക്ക് സ്വർഗം കിട്ടിയില്ലേ, നബി എന്തൊരു ഭാഗ്യവാനാണ്, നബി സ്വർഗം ഉറപ്പുള്ള ആളല്ലേ, നമ്മൾ നബിയായി പോയല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ത്യാഗങ്ങളും പരീക്ഷണങ്ങളും സഹോദരങ്ങളെ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആലോചിച്ച് അത്രയും പ്രതിസന്ധികളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോയിട്ടുള്ളത്. ഈ ഖുർആന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വഹി വരുമ്പോഴും നബിക്ക് പേടിയാണ് അല്ലേ? ഫസ്റ്റ് വഹി വന്നപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് പനിച്ചതാണ്. ഖദീജ ബീവി പുതച്ചെടുത്തു, പനിച്ചു. ഒരു വഹി വന്നപ്പം പേടിച്ച് പനിച്ച ഒരു പ്രവാചകനെ കാണാൻ പറ്റും അല്ലേ? വഹി വരുമ്പോ നബിക്ക് ബേജാറാണ്, വന്ന വഹി മറന്നു പോകുമോ, ജിബ്രീൽ ഓതിത്തന്ന ഖുർആനിന്റെ ശകലങ്ങള് ആ ആയത്തുകൾ ഞാൻ മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് നബി ഇങ്ങനെ പിന്നെയും തൊള്ളട്ട് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. അപ്പോ അള്ളാഹ്ക്കന്നെ ഇടങ്ങേറ്. അള്ളാഹു പറയാണ്, ഖുർആൻ ആയത്തിറക്കാണ്, നബി ജിബ്രീൽ വന്നു പോയി കഴിഞ്ഞാൽ ജിബ്രീൽ ഓതിക്കൊടുത്ത ആയത്ത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് ഇങ്ങനെ വീണ്ടും ഉച്ചത്തിൽ നാവുകൊണ്ട് ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോൾ അള്ളാഹു ആയത്തിറക്കി, ലാ തുഹർരിക് ബിഹി ലിസാനക്, പ്രവാചകരെ താങ്കൾ ഇങ്ങനെ നാവിട്ടടിക്കണ്ട, ഞാൻ നിങ്ങൾക്കത് ഹൃദിസ്ഥമാക്കി തരാം, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, അത് നിങ്ങൾ ബേജാറാകണ്ട, മറന്നു പോകില്ല എന്നൊക്കെ അള്ളാഹു നബിനെ സമാധാനിപ്പിക്കണ്. അപ്പോ നബിക്ക് എന്തുണ്ടായിരുന്നു? ഇത് പഠിക്കണം എന്ന് ബേജാറുണ്ടായിരുന്നു അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു അതിഥി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരികയാണ്. ഒരു സഹാബി നബിന്റെ വീട്ടിലേക്ക് വിരുന്നെന്നാണ്. എന്നിട്ടോ അന്ന് രാത്രി അവിടെ നിന്നു. രാത്രിയായപ്പോൾ നബി നിസ്കരിക്കാൻ വേണ്ടി ഒന്നെടുത്തു. നബി രാത്രി നിസ്കാരത്തിന് വന്നു. ആ സഹാബി മൗമൂമായിട്ട് വലതുവശത്ത് നിന്ന് മൗമൂമായി നിൽക്കുകയാണ്. നബി ഫാത്തിഹോദി പിന്നെ ബക്കറ ഓതിയപ്പോൾ വിചാരിച്ചു ബക്കറ കഴിഞ്ഞ റുക്കൂക്ക് പോകുന്നു.
ബക്കറ കഴിഞ്ഞു ആലു ഇമ്രാൻ ഓതി, ആലു ഇമ്രാൻ കഴിഞ്ഞിട്ട് റുക്കൂക്ക് പോയില്ല, നിസാ ഓതി, മാഇദ ഓതി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ബക്കറ പോയിട്ട് ഒരു ബക്കറന്റെ പേജ് ഓതിയാല് ഇവിടെ ആൾക്കാരുടെ സ്വഭാവം ശരിക്കും മനസ്സിലാവും. അത്ര എന്തുകൊണ്ടാണ് അവർക്ക് ഖുർആൻ നിന്ന് ഓതാനും കേൾക്കാനും പറ്റി. നമുക്ക് പറ്റുമോ? എന്താ പറ്റാത്തത്? നമുക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. താല്പര്യം ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ പറ്റും, നിൽക്കാൻ പറ്റും. നമുക്കെന്താ ഒരു 1.5 മണിക്കൂർ ഫുട്ബോൾ സുഖമായിട്ട് കാണുന്നുണ്ടല്ലോ, ഒരു ചടപ്പുമില്ലല്ലോ, ഒരു ചടപ്പും ഒരു വിഷമവും ഇല്ലാതെ 1.5 മണിക്കൂർ തൊള്ളിന്ന് അയക്ക് നോക്കിയിട്ടുണ്ടല്ലോ. എന്താ പറ്റണത്? അത് താല്പര്യമുള്ളതുകൊണ്ടാ പറ്റണത്. ഖുർആനോട് ആ താല്പര്യമില്ല. ഖുർആനോട് താല്പര്യമില്ലാത്ത എന്തുകൊണ്ടാണ്? ഖുർആൻ അല്ലാത്തതിനോട് ഓവറായിട്ട് താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഖുർആനോട് താല്പര്യം ഇല്ലാത്തത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, അവർ ഖുർആനെ കണ്ടിരുന്നത് അങ്ങനെയാണ് അല്ലേ? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു നേരം വെളുക്കോളം ഖുർആൻ ഓതി നിസ്കരിക്കുക. നമ്മൾ നിസ്കരിച്ചിട്ട് എത്രയും കാലം? ഒരു ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഇത്ര ഖുർആൻ ഓതിയിട്ട് ഒരു ജുസെങ്കിലും ഒരു ദിവസം രാത്രി ഒരു റക്അത്തിൽ ഓതിയിട്ട് നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു പേജ് അല്ലേ? ഇനി വേണ്ട ഒരു ജുസു ഒരു നിസ്കാരത്തിൽ രാത്രി ഒരു 11 റക്അത്ത് നിസ്കരിച്ചുമ്പോൾ ഒരു ജുസു പൂർണ്ണമായിട്ട് ഓതി നിസ്കരിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? അപ്പോൾ നമ്മൾ അതിനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ ഈ കൊല്ലം കുറച്ച് ഉഞ്ഞിപ്പെടുന്നതുകൊണ്ട് ഒരു ജുസു ഓതി നിസ്കരിച്ചു, അല്ലെങ്കിൽ അര ജുസു ഓതി നിസ്കരിക്കും. അങ്ങനത്തെ തീരുമാനങ്ങൾ അതൊരു വൈബാക്കി അത് ജീവിതത്തിന്റെ ലഹരിയായിട്ട് മാറുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യാറ്? നമ്മൾ ആ സഹാബത്തിന്റെ ഒരു ദറജയിലേക്ക്, അല്ലെങ്കിൽ അവർ ജീവിതത്തെ അത് ആ ഒരു ബോധം ഉണ്ടാണെങ്കിൽ എന്ത് വേണം? ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന ഒരു ബോധം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണം. അതൊരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് എന്നാണോ അനുഭവപ്പെടുന്നത് സഹോദരങ്ങളെ, അന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതിന് പറ്റുള്ളൂ. കാരണം മരണം എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. ഞാൻ എപ്പോഴും ചില ആളുകൾ മരിച്ചു, എൻ്റെ സുഹൃത്തുക്കളായാലും നമ്മൾ പരിചയമുള്ള വളരെ ക്ലോസ് ആയിട്ട് പരിചയമുള്ള കുറച്ച് പ്രായം കൂടിയ സുഹൃത്തുക്കളും പ്രായം കുറഞ്ഞ സുഹൃത്തുക്കളാണ്. ഇവരൊക്കെ മരിക്കുമ്പോൾ ഞാൻ എപ്പോഴും നോക്കി വെച്ചാൽ ഇവർ വാട്സപ്പ് ഇപ്പോൾ ആരാ ഉപയോഗിക്കുന്നുണ്ടാകുക? ഇവർ വാട്സപ്പ് ഓൺലൈൻ ആണോ എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. മരിച്ച ആൾക്കാരെ വാട്സപ്പ് ഓൺലൈൻ ആണോ അല്ലേന്ന്. കാരണം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ, ഭാര്യയെ മക്കളോ. അതുകൊണ്ടല്ല ഇപ്പോൾ ഓൺലൈൻ ആയത്. അല്ല ഇപ്പോൾ മരിച്ച ആൾ കബറിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഇത് ഓൺലൈനാണ്. അപ്പൊ അതെന്താണ് സഹോദരങ്ങൾ? നമ്മളൊക്കെ ഒരിക്കൽ മരിക്കും, നമ്മളെ വാട്സപ്പൊക്കെ ആൾക്കാർ ചെക്ക് ചെയ്യും. ഓൺലൈനാണോ, വിളിച്ചെടുക്കുന്നുണ്ടോ, ഈ നമ്പർ ഇപ്പൊ ഉണ്ടോ എന്നൊക്കെ ആളുകൾ നോക്കും. നമ്മൾ യാത്രയായി ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഈ റോഡും എന്താണ് കച്ചേരിപ്പടിക്കത്തെ തിരക്കും ഇതൊക്കെ മഞ്ചേരി ജസീല ജംഗ്ഷനിലെ ബ്ലോക്കും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ മാത്രമേ പോകുള്ളൂ. ഈ ലോകം ഇവിടെ അങ്ങനെ ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങൾ, എന്തരങ്ങൾ, നമ്മൾ ആ ഖബറിലേക്ക് പോകുമ്പം നമുക്ക് കൂട്ടിനുണ്ടാകുക നമ്മൾ ചെയ്തത് മാത്രമാണ്, നമ്മൾ പ്രവർത്തിച്ചത് മാത്രമാണ്, നമ്മൾ സമ്പാദിച്ചത് മാത്രമാണ്. പിന്നെ നമ്മളെ സ്വാലിഹായ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിക്കണമെങ്കിൽ, നമുക്ക് വേണ്ടി സ്വതക്ക കൊടുത്തുകണമെങ്കിൽ, നമുക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ആ ഖബറിലേക്ക് കിട്ടും എന്നതിനപ്പുറം നമുക്കൊന്നും, നമ്മൾ എന്തെങ്കിലും ജാരിയായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഖബറിലേക്ക് എത്തുമെന്നല്ലാതെ വേറൊന്നും നമുക്ക് വരാനില്ല. നമ്മൾ അക്കൗണ്ട് ക്ലോസ്ഡ് ആണ്. വളരെ പരിമിതമായ കുറച്ച് സാധനങ്ങളേക്ക് വരുമെന്നല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് വരാനില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ അക്കൗണ്ട് ഭദ്രമാക്കാൻ മരണത്തിന് ശേഷം എൻ്റെ കുട്ടിയൊക്കെ ആരാ ഉണ്ടാകുക, എൻ്റെ പെണ്ണുങ്ങൾക്ക് ആരാ ഉണ്ടാകുക എന്നതിനേക്കാൾ ഉപരി എനിക്ക് ആരുണ്ടാവും, എനിക്കെന്താ ഉണ്ടാകുക എന്നാലോചിക്കാൻ, എന്നതിന് വേണ്ടി ജീവിക്കാൻ. ഇതൊക്കെ ബാക്കിയോ? ഭാര്യ, മക്കള്, സന്താനങ്ങള്, ഭർത്താവ്, ഇതൊക്കെ ബന്ധങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ വലിയ ബന്ധമാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം പറഞ്ഞാൽ അതാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അള്ളാഹുവിൻ്റെ അടുക്കല് നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തു വെക്കുന്നത്, നമ്മൾ എന്താണ് നമ്മുടെ വാക്ക്, പ്രവൃത്തി, സംസാരം, പെരുമാറ്റം, ഇതെല്ലാം അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെട്ട ഒരു രൂപത്തിലായി ആക്കാനുള്ള നിരന്തരമായ ഒരു പരിശ്രമമാണ് നമ്മുടെ ഈ ജീവിതം എന്നത്. ആ ഒരു വൈബിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചാലാണ് സഹോദരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെയൊക്കെ ഒരു വില നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ നഷ്ടപ്പെടുത്തുന്ന സമയത്തിൻ്റെയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെയൊക്കെ ഒരു ഗൗരവം നമുക്ക്, കാരണം ഒന്നും പടച്ചോ നഷ്ടപ്പെടുത്തൂല. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് അവൻ അവിടെ കാണുന്നതാണ്. ഒരു ചിരി, ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ സഹായം വളരെ നിസ്സാരമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സഹായം അല്ലേ, ഒരാൾക്ക് നമ്മൾ ഏറ്റവും നിസ്സാരമായി ദുനിയാവിൽ ചെയ്യുന്ന ഒരു സഹായം പോലും നാളെ അവിടെ രേഖപ്പെടുത്തപ്പെടും എന്ന് പറയുമ്പം ഒരു കർമ്മങ്ങൾ ഒന്നല്ല, ഒരു കർമ്മങ്ങൾക്ക് മിനിമം 10
700 ഇരട്ടിയൊക്കെയാണ് ഓരോ കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തുക. എന്നാൽ തിന്മയെ ഒരു തിന്മയായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുള്ളൂ. അതെന്നെ തൗബ ചെയ്താൽ അള്ളാഹു അത് മായ്ച്ചു കളയും ചെയ്തു. അല്ലേ? ഒരാളൊരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അള്ളാഹിനെ പേടിച്ചിട്ട് പരലോകത്തെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് നമ്മൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് അള്ളാഹു എന്ത് ചെയ്യും? നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു നന്മയായി രേഖപ്പെടുത്തും. ആ പേടിച്ചതൊരു ഇബാദത്താണ്. അള്ളാഹിനെ പേടിച്ചു എന്നുള്ളത് എന്താണ്? അതൊരു ഇബാദത്താണ്. അതവിടെ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഞാൻ നേരത്തെ ഞാൻ ആ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു പോയിന്റിലേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, നമ്മൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റിയൊക്കെ പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റിയുള്ള ഖുർആൻ ആയത്തും ഹദീസൊക്കെ കേൾക്കുമ്പോൾ പടച്ചോൻ എന്തോ നമ്മളെ പേടിപ്പിക്കുകയാണ്, അല്ലേ? അള്ളാഹു നമ്മളെ പേടിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ് എന്നൊക്കെ ആളുകൾ പലപ്പോഴും പറഞ്ഞു. അങ്ങനെ പടച്ചോനെ പേടിപ്പിക്കണമെന്നായിട്ട് നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കുന്ന സഹോദരങ്ങളെ, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാൾ അത് ആ ഒരു അള്ളാഹുവിൻ്റെ ശിക്ഷയെ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു പാലം, ഇപ്പൊ ഇവിടുന്ന് പോണ ആ പാലത്തിന് വലിയൊരു വിള്ളലും അത് ഏകദേശം പൊളിഞ്ഞാടാനായി ഒരു അപകടാവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മളെ വിളിച്ചിട്ട് ആ പാലത്തിലൂടെ ഇനി പോകരുത്, അത് നല്ല അപകട ഭീഷണിയിലാണ് എന്ന് നമ്മളോട് പറഞ്ഞാൽ ആ പാലത്തുനിന്ന് വീഴും, പരിക്ക് പറ്റും, അത് അപകടത്തിന്റെ ഒരവസ്ഥയിലാണ് എന്ന് ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ച് എന്ന് ഉപദേശിച്ചാൽ നമ്മൾ ഇജൻ തന്നെ പേടിപ്പിക്കണമെന്ന് നമ്മൾ ചോദിക്കുമോ? ഇജൻ തന്നെ പേടിപ്പിക്കാന്ന് നമ്മൾ ചോദിക്കുക? അല്ല, നമുക്ക് ഓനോട് സ്നേഹം ഉണ്ടാകുക. എന്താണ്? നമ്മളെ രക്ഷിച്ചു എന്നാ പറയാ, അല്ലെ? ആ പാലം പൊളിഞ്ഞാടി എന്നുള്ള ന്യൂസ് നമുക്ക് കിട്ടിയാൽ ഞാൻ പൈലെ പോണ്ടതേന്നു, അല്ലേ? ഈ വിളിച്ച് പറഞ്ഞോണ്ടാണ് ഞാൻ പോകാതെന്നത്, അതുകൊണ്ട് നീ എന്നെ രക്ഷിച്ചു എന്നാണ് ഒരു മനുഷ്യനോട് പോലും നമ്മൾ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനകളും അത് ചെയ്യ്, ഇത് ചെയ്യ്, നിസ്കരിക്ക്, നോമ്പോൽക്ക്, നിസ്കാരത്തിന് ശേഷം അങ്ങനെ ചെല്ല്, ഇങ്ങനെ ചെല്ല്, ഇതൊക്കെ കൽപ്പനകളാണ്. പക്ഷെ ഈ കൽപ്പനകളൊക്കെ എന്താണ്? ഈ കൽപ്പനകളൊക്കെ മാർഗദർശനമാണ്, വഴി കാണിക്കാണ് സ്വർഗത്തിലേക്ക്. അള്ളാഹു പിശാചിന്റെ ബന്ധനത്തിൽ പെടാതെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ് അള്ളാഹു നമ്മളെ ചെയ്യണത്, അല്ലേ? അള്ളാഹു നരകത്തെ പറ്റി മുന്നറിയിപ്പ് നൽകുമ്പോൾ അള്ളാഹു നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യണത്, അള്ളാഹു പേടിപ്പിക്കല്ല ചെയ്യണത്, അല്ലേ? ആ നരകത്തിൽ വീഴരുതിട്ടോ. നരകക്കാരും സ്വർഗക്കാരും തമ്മിലുള്ള സംഭാഷണം ഖുർആനിലുണ്ട്. എന്താണ് ആ സംഭാഷണത്തിൽ അവർ പറയുന്നത്? എന്താണ്? ഞങ്ങൾ എന്താണ് നരകത്തിൽ വരാൻ കാരണം എന്നാണ് അവർ പറയണത്. ഇതൊന്നും നടന്നതല്ല, നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അത് നമുക്ക് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത് എന്തിനാണ്? ഞങ്ങൾ എന്താണ് ഈ നരകത്തിൽ വരാൻ കാരണം എന്ന് നരകക്കാരൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളത് ചെയ്ത് നരകത്തിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനത്തെ ഇപ്പൊ സ്വർഗക്കാരിങ്ങനെ പരസ്പരം ചാരി ഇരുന്ന് സൊറ പറയുന്ന സ്വർഗത്തെ പറ്റി പറഞ്ഞിടത്തൊക്കെ ഉണ്ടാവും. എന്താണ്? എന്ന് പറഞ്ഞാല് ചാരിയിരിക്കലാണ്, അല്ലേ? നമ്മളെപ്പോഴും ചോറ് കഴിച്ചാണ്ട് എന്താ നോക്കുക? ചാരിക്കാൻ പറ്റിയ കസാല ഉണ്ടോ അതാ നോക്കുക. കുത്തനക്കണ കസാലയിൽ ചോറ് കഴിച്ചാണ്ട് ആരിയിരിക്കൂല, അല്ലേ? ഇങ്ങനെ നോക്കും കസാല ഉണ്ടെങ്കിൽ. അതിൽ ഏതാ ഇപ്പൊ ചാരിയിരിക്കാൻ പറ്റിയ കസാല? അതിന്റെ സുഖം അതാണ്. തിന്നലും കുടിച്ചലും കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചാരി കുത്തിരുന്ന് ഒന്ന് ഫോൺ കളിച്ച് ഒന്നിങ്ങനെ നോക്കണം. അതിന്റെ ഒരു സുഖം വേറെയാണ്. അല്ലല്ല, അവരിങ്ങനെ ചാരി ഇരിക്കുന്നതാണ്. എന്നിട്ട് ഒരു സൊറ പറയുന്നതാണ്. അതിന് വേറൊരു സുഖമാണ്. നിങ്ങൾ കട്ടൻ ചായ ഒക്കെ കുടിച്ചാണ് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ ചായ കുടിച്ചാണ്. ഈ ചായ കുടിച്ചാനല്ല, ആ ബഡായി പറയാനാണ്. ആ ചായ കുടിച്ചുമ്പം ആ ചായന്റെ ടേസ്റ്റ് അല്ല, നമ്മൾ ആരോടാണ് സംസാരിക്കണത്. ആ ചായ കുടിച്ചാൽ നമുക്കുള്ള കമ്പനി ആരാ? നമ്മൾ ഒരേ വൈബുള്ള ആൾക്കാരാണോ? ആ ചായക്ക് വല്ലാത്ത ടേസ്റ്റ് ആയിക്കാരം. അതൊരു കാടിയുള്ളാണെങ്കിലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. കാരണം എന്താ പറയുക? അതാ ബഡായിന്റെ ടേസ്റ്റാണ്. അപ്പോൾ സ്വർഗത്തിൽ അങ്ങനെയാണ് ചാരി. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾക്ക് ഇപ്പം ആരോടാ ഈ പെണ്ണുങ്ങൾക്ക് പോലെ ഏട്ടത്തിയാളോടോ അഞ്ചത്തിയോടേക്കാരം വർത്താനം പറയാൻ ഏറ്റവും ഇഷ്ടം ഉണ്ടാകുക, അല്ലെങ്കിൽ ഓലമ്മാനോടേക്കാരം. അപ്പോൾ നിങ്ങൾ അഞ്ചത്തിയാളോട് ഏട്ടത്തിയാളോട് അങ്ങനെ ചാരി ഇരുന്ന് തിന്ന് വെച്ചുണ്ടാക്കൊന്നും വേണ്ട. അല്ലെ? പെണ്ണുങ്ങളൊക്കെ ടൂർ ഉണ്ടാകുമ്പോൾ ആകെയുള്ള സന്തോഷം എന്താ? ഇന്ന് വെച്ചുണ്ടാക്കണ്ട എന്നുള്ളതാണ്. കാരണം പാത്രം കെക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ പാത്രം കെക്കണ്ട, വെച്ചുണ്ടാക്കണ്ട, ചാരി ഇങ്ങനെ കുത്തിരുന്ന് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുക. അപ്പോഴും എന്താ പറയണത്? അപ്പോൾ ഖുർആൻ പറഞ്ഞു തരുന്ന ഓല് പറയണ കാര്യം തരോ? നമ്മൾ പടച്ചോനെ പേടിച്ചിട്ടാട്ടോ, അല്ലേ? നമ്മൾ പടച്ചോനെ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അള്ളാനെ നല്ലോണം ഭയപ്പെട്ടിരുന്നു. അതൊക്കെയാണ് അതെന്തിനാണ് ആ സംഭാഷണം? നടക്കാൻ പോണ സംഭാഷണം നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാണ്? നമ്മളിപ്പോൾ പേടിച്ചാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ സ്വർഗത്തിൽ എത്ര ആഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നരകത്തിൽ നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്വർഗത്തിൽ എത്താനുള്ള കാരണം എന്താണ് എന്ന് സ്വർഗാവകാശികൾ പറയാണ്. ഞങ്ങളൊരു വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നു എന്ന്. ഓരോ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പറയാണ്. അതെന്തിനപ്പം പറഞ്ഞിരുന്നു? നമ്മൾ ആ വിചാരണ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്.
അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താ പറയുക, ഈ ജീവിതത്തെ അങ്ങനെ ഈ അങ്ങനത്തെ ഒരു മാർഗദർശനമാണ് അള്ളാഹു ഖുർആനിലൂടെ മനുഷ്യന് നൽകുന്നത്. അള്ളാഹു അത്രയും സ്നേഹമാണ് അള്ളാഹുവിന് തൻ്റെ അടിമകളോട്, അല്ലേ? അത്രയും നിങ്ങൾക്ക് ഇത്രയും കൃത്യമായിട്ട് അള്ളാഹു ഇന്ന വഴിയിലൂടെ പോയാൽ സ്വർഗ്ഗം കിട്ടും, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്നതുണ്ടാവും, ഇത്ര കൃത്യമായിട്ട് നമുക്ക് അള്ളാഹു പഠിപ്പിച്ച് തന്നത്, അല്ലേ? അള്ളാഹു മാർഗദർശനം നൽകിയത് നമ്മൾ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടാണ്, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു നന്മക്ക് 1000 പ്രതിഫലമാണ്, ഒരു തിന്മക്ക് ഒരു കുറ്റം ഉണ്ടാവുള്ളൂ, അല്ലേ? അതന്നെ തൗബ ചെയ്താൽ അള്ളാഹു അത് മായ്ച്ചു കളയും ചെയ്യും, അല്ലേ? അപ്പൊ ഇത്രയും അള്ളാഹു അടിമകളോട് കാരുണ്യം കാണിച്ചത് എന്തിനാണ്? നമ്മൾ ഈ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്, അപ്പൊ ഈ നമ്മളെ സമയത്തിൽ ഏറ്റവും കൂടുതൽ അപഹരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആധുനികമായ ഈ ഫോൺ സംവിധാനങ്ങൾ നമ്മളെ ഏറ്റവും ബന്ധപ്പെട്ട നിൽക്കുന്നത്. ഏറ്റവും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് ആ പ്രവാചകൻ ജീവിച്ചത് എങ്ങനെയാണ്? ഇപ്പൊ പ്രവാചകൻ ജീവിച്ചത് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ പ്രവാചകൻ ചിരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു എന്ന് പറയുമ്പം ആ നബി എങ്ങനെയാണ് ചിരിച്ചത് എന്ന് ഇന്നൊരു വീഡിയോ നമുക്കില്ല കാണാൻ. ഇന്നിപ്പോൾ ഒരാൾ ചിരിച്ച വീഡിയോ ഉണ്ടാവും. ഇന്ന് നബി ചിരിച്ചപ്പോൾ നബിൻ്റെ ഏതൊക്കെ പല്ലാ കണ്ടത്, പല്ലിൻ്റെ എത്ര ഭാഗം കണ്ടു, എപ്പോഴൊക്കെയാണ് നബി ചിരിച്ചത് എന്ന് സഹാബത്ത് പറഞ്ഞു തരാണ്. അത് താബികൾ അവരുടെ താബികൾക്ക് പറഞ്ഞു കൊടുത്ത് 1400 കൊല്ലം ഇപ്പുറം നമ്മൾ നിൽക്കുമ്പോഴും ആ നബി ചിരിച്ചത് അതേപോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഹദീസുകളിൽ സഹാബത്ത് അത് പറഞ്ഞിട്ടുള്ളത്, അത് വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത് മുമ്പത്തെക്കാളേറെ നമുക്ക് കൂടുതൽ സൗകര്യമാണ് ഇന്ന് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന്, ഈ ഫോണിൻ്റെ പിടിയിൽ നിന്ന്, ഈ സ്ക്രീനിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത് ഖുർആനുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഖുർആനുമായിട്ട് നിരന്തരമായ ബന്ധം ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. അതെന്താണ്? അത് ഖുർആൻ ഓതൽ മാത്രല്ല, ഖുർആൻ പഠിക്കൽ മാത്രല്ല, ഖുർആൻ അർത്ഥം അറിയൽ മാത്രല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ. ഒരു ആയത്ത് നമ്മൾ ഓതിയാൽ നമുക്കെന്താണ് നമ്മുടെ ജീവിതത്തിൽ ആ ഖുർആന് നൽകാനുള്ളത് എന്താണെന്നാണ്. ഇപ്പൊ എന്താ പറയുക, ഖുർആന്റെ നല്ല ക്ലാസ് ഇങ്ങനെ ഒരാൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഖുർആന്റെ പ്രയോഗങ്ങൾ? ഖുർആൻ ഇന്ന സ്ഥലത്ത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ചില കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അയാൾ ആ സ്ഥലത്ത് ഖുർആൻ ഉപയോഗിച്ച ആ പ്രയോഗം, അതിന്റെ പ്രയോഗത്തൊക്കെ പറ്റി ഭയങ്കര ചർച്ചയും, അങ്ങനെ അന്തം വിട്ടാക്കങ്ങനെ കേട്ടിരിക്കുകയാണ്. ബാങ്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്, മൂപ്പര് നിർത്തണില്ല, പള്ളിയേക്ക് പോകണില്ല, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, യാതൊരു കാര്യമില്ല. അതാണ് ദീന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത് തലകുത്തനെ ദീനിന് ഓരോ കാര്യങ്ങൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. ഇതൊക്കെ ഈ ഖുർആനിലെ അത്ഭുതങ്ങൾ മുഴുവൻ അള്ളാഹു മനുഷ്യനോട്, ഈ ലോകത്തിലെ മുഴുവൻ അത്ഭുതങ്ങളും നിരത്തി വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അള്ളാഹു ക്ഷണിക്കുമ്പം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിന്റെ അവസാനത്തെ 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന്റെ മുമ്പ് എണീക്കുമ്പം അത് ചെല്ലും. അത് രാവിലെ എണീക്കുമ്പോൾ ആദ്യം ഫജ്റിലെ 10 ഈ എന്താണ് ആലു ഇമ്രാന്റെ അവസാനത്തെ 10 ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിരുന്നതാണ്. ഈ 10 ആയത്തിൽ ആദ്യത്തെ ആയത്താണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി. നിങ്ങൾ എന്താണ് ആ ആയത്തിൽ പറയണത്? ഈ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ് അത് അത്ഭുതമാണ്. നിങ്ങൾ ഭൂമിന്റെ ഏതൊരു സാധനം എടുത്തു നോക്കി, ഭൂമിന്റെ സൈസ് ആകട്ടെ, ആ ഭൂമി ഇങ്ങനെ അത്രയും വലുപ്പമുള്ളൊരു സാധനം ചാടാതെ ഇങ്ങനെ ഒരു ബലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് തിരിയാണ്, ഒരേ സമയത്ത് അത് തിരിയാണ്, അല്ലേ? അതിന്റെ ഡയറക്ഷൻ രാവും പകലും മാറി വരികയാണ്. അതിന്റെ ചെരിവ്, അതുകൊണ്ടാണ് കാലാവസ്ഥ ഉണ്ടാകുന്നത്. അതിങ്ങനെ തിരിയണോണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്. അത് ഭൂമിയെ വലം വെക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഈ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പോൾ അത് കൃത്യമായിട്ട് സൂര്യനിൽ നിന്ന് കൃത്യമായ ഒരു അകലത്തിൽ നിൽക്കണോണ്ടാണ് നമുക്ക് ചൂടും തണുപ്പില്ലാതെ ഒരു നല്ല കാലാവസ്ഥ. ഒന്ന് അങ്ങോട്ടായാൽ ഭയങ്കരമായ ചൂടാവും, ഒത്തിരി ഇങ്ങോട്ടായാൽ അത് ഭയങ്കരമായി തണുത്തുറച്ചു പോവും. ഇതൊക്കെ നമ്മൾ പറയാണ്. ഞാൻ അതിൻ്റെ ഒരു സാധനം, ഭൂമിയിലെ മണ്ണ്, ഒരു മൺതരി,
അല്ലേ? ഒരു മൺതരി അതിൻ്റെ മോളിക്കുലാർ ലെവലിലേക്ക് പോയാൽ അതിൻ്റെ ആറ്റങ്ങൾ, മണല്, അതിൻ്റെ കാർബൺ, ഇതിൻ്റെയൊക്കെ ആറ്റങ്ങൾ, അതിൻ്റെ സബാറ്റോമുകൾ, അതിൻ്റെ ന്യൂക്ലിയസിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ ലോകത്തെ ജന്തു ജീവജാലങ്ങൾ, അതിൻ്റെ വൈവിധ്യങ്ങൾ, അതിൻ്റെ ഓരോ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, ആ അവയവത്തിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അതിൻ്റെ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഏത് സാധനം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതിലെ ജന്തു ജീവജാലങ്ങളും സകല സംവിധാനങ്ങളും തലനാരിഴക്ക് പരിശോധിച്ചാൽ കൂടുതൽ കൂടുതൽ അത്ഭുതങ്ങളിലേക്കാണ് മനുഷ്യൻ എത്തിപ്പെടുക. എന്നിട്ടോ അതൊക്കെ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, ഇതൊന്നും വെറുതെയല്ല എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഇതൊന്നും വെറുതെയല്ല എന്ന് ഒരാൾ പറഞ്ഞു പോകുന്നതാണ്. എന്നിട്ട് എന്താ നിങ്ങൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് നമ്മൾ കടന്നുറങ്ങി സുബൈ നഷ്ടപ്പെടുത്തിയാൽ അത് നഷ്ടമാണ്. നമ്മൾ ഇതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ് എന്താണ്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പഠിപ്പിച്ചത് എന്താ പറയുക? ഫഖിനാ അദാബന്നാർ. അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഉഷാറാട്ടോ മൂപ്പര ക്ലാസ്. എന്താലേ ഖുർആൻ, എന്താലേ ഓരോ ആയത്തും, എന്താലേ എന്ന് പറഞ്ഞ് കടന്നുറങ്ങി സുബൈ പോയാൽ തഹജ്ജുദിന് നീച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. ആ എന്താലേ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തുണ്ടാകേണ്ട മാറ്റം എന്താ? നിങ്ങൾ തഹജ്ജുദിന് നീച്ചലാണ്, തഹജ്ജുദ് നിസ്കരിച്ചലാണ്, സുബൈന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത് മിസ്സാകാതെക്കലാണ്. ഈ ദുനിയാവ് കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് സുബൈന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്നാണ്, അല്ലേ? എന്താണ് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു താബി വര്യന്റെ അടുത്ത് അന്നത്തെ ഖലീഫ വാള് കൊടുത്തു എന്നാണ്. മൂപ്പരെ ഖലീഫനെ സന്ദർശിക്കാൻ വന്നതാണ്. ഖലീഫനെ സന്ദർശിക്കാൻ ഒരാൾ വന്നു. അപ്പൊ ഖലീഫ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോ ഈ പണ്ഡിതന്റെ അടുത്ത് വാള് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളാണ് വെട്ടിക്കളി, അവന്റെ തല ഞാൻ വെട്ടണം, നിങ്ങളാണ് വെട്ടിക്കളിയായിരുന്നു. അപ്പോ മൂപ്പര അയാളോടൊരു ചോദ്യം ചോദിച്ചു, ഈ ഇന്ന് സുബൈ സ്കരിച്ചണോ? സുബൈ സ്കരിച്ചോണോ? ആ ഞാൻ സുബൈ സ്കരിച്ചെന്നായിരുന്നു, ഞാൻ വെട്ടൂലായിരുന്നു. അപ്പൊ ഖലീഫ ചോദിച്ചു, എന്താ വെട്ടാത്ത ചോദിച്ചു. കാരണം സുബൈ നമസ്കരിച്ചവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് അള്ളാഹ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഓനെ വെട്ടാൻ എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞു. എന്നിട്ട് വെട്ടാതെ പറഞ്ഞു വിട്ടു എന്നാണ്. പക്ഷെ സുബൈ നമസ്കരിച്ചവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അപ്പൊ അതിനൊരു അപകടം വന്ന് മരിച്ചാലും ഈ ലോകത്തിൽ അവസാനിക്കുന്ന നല്ല ജീവിതം, ഈ മരണാനന്തര ജീവിതത്തിൽ ആ ഒരു സംരക്ഷണം പടച്ചോൻ തരും. ഈ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ മരിച്ചാതൊക്കെ എന്നല്ല, ഇവിടെ ആക്സിഡന്റ് ആകാതൊക്കെ എന്നല്ല. ഇവിടെ സുബഹിസ്കരിച്ചവരൊന്നും ആക്സിഡന്റ് ആവില്ല എന്നുണ്ടെങ്കിൽ നാളെ പള്ളിക്ക് ഫുൾ ആൾക്കാരെ കയറും. ഇവിടെ ആക്സിഡന്റ് ആവും, കയ്യും കാലും ഒടിയും, മരിച്ചും, 5 ആളും ചിലപ്പോൾ മരിച്ചും. പക്ഷെ എന്താ നിങ്ങൾ ആ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സിഡന്റ് ആകാതൊക്കെയല്ല, അത് അള്ളാഹുവിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെത്തലാണ്, അത് പരലോകത്ത് വിജയിക്കലാണ്. അല്ലാതെ ദുന്യാവിന് 4 പരിക്ക് പറ്റാതൊക്കെയല്ല അള്ളാഹിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം സഹോദരങ്ങൾ. അതുകൊണ്ട് എന്താ നിങ്ങൾ ഖുർആനുമായിട്ടുള്ള ബന്ധം, എവിടെയും ഖുർആൻ കയറി ചെല്ലണം. നമ്മളെ ഒഴിവ് സമയം നമ്മൾ ഖുർആന്റെ ആളായിട്ട് മാറണം. അപ്പൊ നമ്മൾ എന്താ നിങ്ങൾ നമ്മൾ ഈ സ്ക്രീനിൽ നോക്കുന്നതും കാണുന്നതും കേൾക്കുന്നതൊക്കെ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട സാധനം. ഒരായത്ത് ഇങ്ങനെ പഠിക്കുക, അതിങ്ങനെ നിങ്ങൾക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ പല ദറജകളുണ്ട് എന്നാണ്. എല്ലാവർക്കും ഒരേ സ്വർഗല്ല, 100 പരം ദറജകളുണ്ട് സ്വർഗത്തിൽ. അതിൽ ഓരോ ദറജയും ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം ഉണ്ട് എന്നാണ്. ആ ദറജയിൽ എന്താണ് മാനദണ്ഡം? ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന ആൾക്കാർ അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഒരായത്ത് പഠിച്ചാൽ അതിന്റെ മെച്ചം ഉണ്ടാവും. അതുകൊണ്ട് വെറുതല്ല, ഒരായത്തുകൾ ഓതി പഠിച്ചാൽ അതിനുള്ള അത് കാണാമാണം പഠിച്ചെന്നുള്ളതല്ല, ആ ആയത്ത് മനസ്സിലാക്കി പഠിച്ച് അത് ജീവിതത്തിൽ കൊണ്ടടക്കുക. അതാണ് ഖുർആൻ നെഞ്ചോട് ചേർക്കുന്ന. സഹാബത്ത് അങ്ങനെയായിരുന്നു. ലൻ തനാലുൽ ബിറാന്ന് ആയത്തിറങ്ങിയപ്പം സ്വന്തം പേരിലുള്ള തോട്ടം അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ കഴിയാന്ന് നിങ്ങൾക്ക് പറ്റുമോ? ഈ ആനക്കയം റോഡ് സൈഡിൽ ഒരു 10 സെന്റ് സ്ഥലം ലൻ തനാലുൽ ബിറ അർത്ഥം വെച്ച് ഓതിയിട്ട് നാളെ വന്ന് പള്ളി കമ്മിറ്റി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പക്ഷെ അവർക്ക് പറ്റിയിരുന്നു. അതാണ് ഓരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഓരോ ഖുർആൻ ജീവിക്കുന്ന ഖുർആനായിരുന്നാണ്. ഒരായത്ത് കേട്ടാൽ അവർക്കതിന് സാധിച്ചിരുന്നതാണ്. സൂറത്തു തൗബയിൽ ഒരായത്തുണ്ട്. യുദ്ധത്തിന് തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹം കൊണ്ട്. ആ യുദ്ധം എന്ന് പറഞ്ഞാൽ സാധാരണ യുദ്ധമല്ല, ഒരു മാസം അങ്ങോട്ട് പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും 2 മാസമാണ്. 1 മാസം അങ്ങോട്ട് പോകണം, 1 മാസം അങ്ങോട്ടും പോരണം. എന്നിട്ട് അവിടെ പോയിട്ട് കല്യാണത്തിന് കൂടാൻ പോവല്ല, അല്ലേ? പണ്ടൊക്കെ നമ്മളെ വയനാട്ടിലുള്ള മൂത്താപ്പാന്റെ മകളെ കല്യാണത്തിന് നമുക്ക് സന്തോഷമാണ്. ഇവിടുന്ന് വയനാട്ട് KSRTC പോലാണ്. എന്നിട്ട് അവിടെ കല്യാണം കൂടാനാ പോണ്. ഇനിയിപ്പോൾ ആ KSRTC സീറ്റ് ഇട്ടില്ലെങ്കിലും ആ കല്യാണം കൂടാനുള്ള ഒരു സന്തോഷം ഉണ്ടാവും. വയനാട്ടിലേക്കാണ് പോണെന്നുള്ളേ ഒരു സന്തോഷം ഉണ്ടാവും. തബൂക്ക് അങ്ങനല്ലേ പോണ്, അവിടെ പോയിട്ട് യുദ്ധം ചെയ്യണം, മരിച്ചാളതാ, അങ്ങനെ പോണ്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്
ചില ആൾക്കാർക്ക് വണ്ടിയുള്ളവരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ തബൂക്ക് നബി പറഞ്ഞു. വണ്ടിയുള്ളവരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഒരു കൈതെങ്കിലും ഇല്ലാത്തവരെ കൊണ്ടുപോകില്ല. ഒട്ടകോ കൈതയൊക്കെ ഉള്ളവർക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ബൈത്തുൽ മാലിൽ കുറച്ച് കൈതി ഒട്ടകമൊക്കെ ഉണ്ട്, അത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം പാവപ്പെട്ട സഹാബികള്, സ്വന്തമായിട്ട് വണ്ടിയും ഒട്ടകം കുതിരയും കഴുതിയൊന്നും ഇല്ലാത്ത സഹാബിമാര് യുദ്ധത്തിന് പോകാനുള്ള താല്പര്യം കൊണ്ട് നബിന്റെ അടുത്തേക്ക് ചെല്ലാണ്. വല്ല കഴുതറ്റ കിട്ടുമോ, ബൈത്തുൽ മാലിന്ന് വല്ല കഴുതനെങ്കിലും യുദ്ധത്തിന് പോകാൻ വേണ്ടി കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ചെന്നിട്ട് അവിടെ ഓർക്ക് കൊടുക്കാൻ ഒരു കൈതി നബിന്റെ അടുത്തില്ല. അപ്പൊ നബി ഓരോട് നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ യുദ്ധത്തിന് പോരണ്ടാന്ന് തിരിച്ചയച്ചപ്പം ഓരിങ്ങനെ നൊളോളിച്ചിട്ട് പോരാ. നിങ്ങൾ ആലോചിച്ചോക്കെ, നമ്മളൊക്കെ എന്താ പറയാ, പുറത്തിറങ്ങിയിട്ട് പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്യും. നബി പറഞ്ഞേ വണ്ടി നമ്മൾ കഴിച്ചിലായിട്ടോന്ന്, പോകാൻ വണ്ടി ഇല്ലാത്തോണ്ട് നമ്മൾ കഴിച്ചിലായി എന്നാ നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ച് പറയാ. ഇത് സഹാബികൾ കരഞ്ഞിങ്ങനെ കണ്ണീര് ഒഴുകി ഉറ്റിച്ച് വീഴുന്നത് ഖുർആൻ പറയാണ്. എന്നാണ് ഒഴുകാണ്. ഒഴുകലാണ്, കണ്ണീരിങ്ങനെ ഒഴുകി. എന്തിന്? യുദ്ധത്തിന് പോകാനേ. 1 മാസം 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് പോകാൻ വണ്ടി കിട്ടാത്തതില് കരയാ. ആ മാനസികാവസ്ഥ ഉള്ളവരാണ് സഹാബികള്. ഓര് പോയ സ്വർഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഫോണിൽ കളിച്ചിരുന്നത് നടക്കൂല. അതുകൊണ്ട് സഹോദരൻ, നമ്മൾ ഒന്നുകൂടി സീരിയസ് ആണ്, ജീവിതം കുറച്ചും കൂടി സീരിയസ് ആണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ എടുത്തിട്ട് ഏറ്റവും, കാരണം അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അള്ളാഹ് നിങ്ങൾ എങ്ങനെ അറിയാം? ഖുർആനിലൂടെ, അള്ളാന്റെ കലാമാണിത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അതുകൊണ്ട് ഖുർആന് നമ്മുടെ ജീവിതത്തിൽ അത്ര ഒരു ബന്ധമുണ്ട്. അത് ഓതല്, അത് പഠിക്കല്, അത് ജീവിതത്തിൽ കൊണ്ടിറക്കല്. കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിനെ പറ്റി ആയിഷ ബി റളിയല്ലാഹു പറയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഈ ഉമ്മത്തിൽ ഏറ്റവും നന്നായി ഹലാലും ഹറാമും അറിയുന്നത് മുആദാണ് എന്നാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താണ്? എങ്ങനെയാണ് മുആദ് അങ്ങനെ ആയത്? മുആദ് ആരാണ്? അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടാകേണ്ട അതാണ്. നിങ്ങൾ ചാറ്റ് ജിപിടിയോട് ചോദിക്കി മുആദ് ബിൻ ജബൽ ആരാണ്, അതിന്റെ ചരിത്രം പറഞ്ഞുതരാൻ പറയാം. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മളൊരു കാര്യം കേൾക്കും, അത് പഠിക്കാനും അത് അറിയാനും അല്ലേ. ചില ആളുകൾ സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗപ്പെടുത്തണം. ഓരോ കാര്യങ്ങൾ, ദീനിന്റെ ഓരോ കാര്യങ്ങൾ പഠിക്കാനും ഓരോ ആയത്ത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മളത് ഖുർആനുമായിട്ട് നിരന്തര ബന്ധം ഉണ്ടാകുക. 2 തരങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ്. നിസ്കാരം ഒരു തരത്തിലും ഫോൺ കാരണം ഫസാദാകാതെക്കാം നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം. 2ാമത്തെ പോയിന്റ്. 3ാമത്തേത്, ഭക്ഷണത്തിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ തീരുമാനിക്കാം. അതേപോലെ സഹോദരങ്ങളെ, ഖുർആൻ ഒരു 30 മിനിറ്റ് നമ്മൾ ഖുർആൻ പെരയിൽ പറ്റുമെങ്കിൽ എല്ലാവരും കേൾക്കുക, കുറച്ച് ഉറക്കനെ തന്നെ നമ്മൾ ഓതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ ഇതിന് അടിമപ്പെട്ടുകയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നോമ്പെടുക്കാൻ അങ്ങനത്തെ നോമ്പല്ല, ഡിജിറ്റൽ നോമ്പ് പറഞ്ഞാൽ നമ്മൾ ഫോൺ തൊടൂല. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഫോൺ തൊടൂലാന്ന് തീരുമാനിച്ചാൽ, നിങ്ങൾക്ക് ഫോൺ വെക്കാൻ പറ്റാതെ ഇതിന് അടിമപ്പെട്ടു പോയോലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളങ്ങനെ ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ് പറഞ്ഞിട്ട് നമ്മളെന്ത് പുതിയൊരു പരിപാടി ഉണ്ട്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. അതേപോലെ തന്നെ നമ്മൾ വളരെ മോശമായ ചിത്രങ്ങളും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ നമ്മളെ ഫോണിൽ ഇപ്പം എന്താ പറയുക, തോന്നിയാസം കാട്ടാൻ വേണ്ടിയാണ് നമ്മൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. പണ്ടൊരാൾക്ക് വേശ്യാലയത്തേക്ക് പോകണം, അല്ലെങ്കിൽ പബ്ബിക്ക് പോകണം, ബാർക്ക് പോകണം, അങ്ങനെ തോന്നിയാസത്തിന് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ആവശ്യമില്ല. തോന്നിയാസം ഇങ്ങോട്ട് വരും. തോന്നിയാസം കുടിക്കും, റൂമുക്കും, പോക്കറ്റുക്കും, ബാത്റൂമുക്കും ഒക്കെ തോന്നിയാസം ഇങ്ങോട്ട് വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് അതിൽ നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അങ്ങനത്തെ നിങ്ങൾ ആ ഫോൺ തന്നെ ഒഴിവാക്കി കളി. നിങ്ങൾ പഴയ നോക്കിയൻ്റെ കുത്തണ ഫോണില്ലേ, നിൽക്കണേ ആണ് വാങ്ങിയിട്ടാളി തൽക്കാലം. കാരണം എന്നാലും നഷ്ടമല്ല, കാരണം സ്വർഗം ഉണ്ടാവും അവിടെ. മറ്റെന്താ പറയുക, ദുന്യാവും പോവും, ആഖിറ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക. പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒഴിവ് സമയം നമ്മൾ ഏറ്റവും പരീക്ഷിക്കപ്പെടുന്നൊരു ഇതാണ്. അതുകൊണ്ട് ഒഴിവ് സമയം പരമാവധി ഇല്ലാതാക്കാൻ നമുക്ക് ദഅവത്ത് തന്നെ ഇവിടെ ചെയ്തിട്ട് തീരുന്നില്ല. നമ്മളെ പരിപാടിയും അതിൻ്റെ ക്യാമ്പും നമ്മൾ ആൾക്കാരെ വിളിക്കലും ഇതിൻ്റെ പോസ്റ്റർ ആക്കലും അതേപോലെ തന്നെ ഈ പ്രബോധനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അവസരങ്ങളുണ്ട്. ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും അതേപോലെ ഇത് പ്രബോധനം ചെയ്യാനും ഈ ദീന് മറ്റുള്ളവർക്ക് എത്തിക്കാനും ഒരുപാട് സംവിധാനങ്ങളും സാഹചര്യങ്ങളൊക്കെ ഇന്നുണ്ട്. അതിലൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി മാക്സിമം ബിസി ആകാൻ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഒഴിവ് സമയത്താണ് പിശാച് നമ്മൾ എന്ത് ചെയ്യുക, പിടികൂടുക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക സഹോദരങ്ങളെ, ഇത് എന്ത് ചെയ്യും, ഈ സ്ക്രീന് ഒരു ദിവസം ഓഫാകും. ഈ ഫോണ് ഒരു ദിവസം നമ്മളെ നമ്മുടെ വിരലടയാളം വരാത്ത, നമ്മുടെ മുഖം കാണാത്ത, നമ്മളെ ഫോണ് നമ്മുടെ മുഖം കാണാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഉറപ്പാണത്. നമ്മൾ മരിച്ചാൽ നമ്മളെ ഫേസ് കൊണ്ട് നമ്മൾ തുറക്കുക, നമ്മളെ വിരലടയാളം കൊണ്ട് നിങ്ങളെ ഫോൺ തുറക്കുമെങ്കിൽ നാളെ എന്ത് ചെയ്യും, ചിലപ്പോൾ അവസാനം മരിച്ച നമ്മളെ കൈകൊണ്ട് നമ്മളെ മക്കൾ ചിലപ്പോൾ നമ്മളെ ഫോൺ തുറക്കും അല്ലേ. ആ തുറക്കുന്ന ഒരു ദിവസം വരും. കാരണം എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ആക്സിഡൻ്റ് ആയി, ബൈക്ക് ആക്സിഡൻ്റിലൊക്കെ ആൾക്കാർ മരിച്ചാൽ
ഇത് ആരാ മരിച്ചതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഈ നമ്മൾ ഹോസ്പിറ്റലിൽ ഫോൺ തുറക്കും, മരിച്ച ആളിങ്ങനെ കിടക്കേക്കാരം, ഓനെ വിളിച്ചണ്ടേ, ആളറിയിക്കണ്ടേ. അപ്പം എന്താ ചെയ്യാറ്, ഓൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഓൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കാട്ടുമ്പോൾ ഓൻ്റെ ഫോൺ തുറക്കും, ഫേസ് കാണിച്ചു കൊടുത്താലും ഓൻ്റെ ഫോൺ തുറക്കും. എന്നിട്ട് വാപ്പ അമ്മ എന്ന് സെർച്ച് ചെയ്താൽ ഒരു വാപ്പാൻ്റെ ഇമ്മാൻ്റെ നമ്പർ വരും, അതിക്ക് വിളിച്ചോക്കലാണ് നമ്മൾ ചെയ്യുക. ആസ്പത്രിയിൽ ഒരാൾ മരിച്ചാൽ അങ്ങനെ കാട്ടുക, ഓൻ്റെ ഫോൺ എടുക്കും, ഓൻ്റെ മുഖത്ത് കാണിച്ചു കൊടുക്കും, ഫോൺ ഓപ്പൺ ആവും, വാപ്പ അമ്മ എന്ന് വിളിച്ചാൽ നമ്പർ വരും, ആ വാപ്പ അമ്മക്ക് വിളിക്കും. അപ്പോൾ നമ്മളെ ഫോണ് നമ്മളെ മുഖത്തുകാക്കി തുറക്കുന്ന ഒരു ദിവസം നമ്മളെ ജീവിതത്തിൽ വരും. അല്ലെങ്കിൽ നമ്മുടെ ഫോണ് അതൊക്കെ റീസെറ്റ് ചെയ്തുകൊണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് പുതിയ ഫോണാക്കി മാറ്റിയിട്ട് നമ്മളെ മക്കളോ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരും സഹോദരങ്ങളെ. അന്ന് നമ്മൾ ഖബറിലായിരിക്കും, അന്ന് നമ്മൾ ലോക്കായിരിക്കും. നമ്മുടെ സ്ക്രീന് മാത്രമല്ല, നമ്മൾ തന്നെ ലോക്കായിരിക്കും. നമുക്കൊന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല. അന്ന് നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ. ഈ നഷ്ടപ്പെടുത്തിയ സമയത്തെ ഓർത്ത് നമ്മൾ വിലപിക്കുന്ന, നഖം കടിക്കുന്ന, ദുഃഖിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെ മുഴുവനും നിയോഗിച്ചത്, ഈ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. ഈ ഹദീസും ഇത്രയും 1400 വർഷമായിട്ട് അള്ളാന്റെ റസൂൽ 23 വർഷം കൃത്യമായി ജീവിച്ച് സഹാബത്തിന് കാണിച്ചു കൊടുത്തത്, ഇത്ര കൃത്യമായിട്ട് നമ്മളെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾ ആ കുണ്ടിൽ പോയി ചാടാതെക്കാനാണ്, ആ നരകത്തിന്റെ കുണ്ടിൽ നമ്മൾ ചാടാതെക്കാനാണ് ഇത്രയും കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് ഈ ദീൻ ഇവിടെ ബാക്കി വെച്ച് തന്നു പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തോടെ, മക്കളുടെയും മാതാപിതാക്കളുടെ ഒക്കെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന 70,000 ആളുകളുണ്ട് എന്നാണ്. ആ ആളുകളിൽ അള്ളാഹു നമ്മളെ കുടുംബസമേതം ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലശ് ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تجعلنا مصيبتنا في ديننا. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.